89.6 FM Sargakshetra SK Hotspot. വെൽക്കം ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് മലയാളം ഫിലിം ആക്ട്രസ് ആൻഡ് ഓൾസോ ആൻ ആർട്ടിസ്റ്റ് ഹിമ ശങ്കരി. ചേച്ചി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. യെസ്, ഞാനേ ആദ്യം തന്നെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഹിമ ശങ്കരി ആണോ ശങ്കറാണോ? കാരണം പലതിലും പലത് കണ്ടു. സോ ഏതാണ് ഒരു ഇനീഷ്യൽ? അത് സത്യം പറഞ്ഞാല് ഇപ്പൊ ഞാൻ എന്റെ പേര് ഹിമ ശങ്കരി എന്ന് മാറ്റിയിരിക്കുകയാണ്. ശങ്കർ എന്ന് എന്റെ അച്ഛന്റെ പേരാണ്, ശങ്കരൻകുട്ടി എന്നാണ്. പക്ഷെ എന്റെ അമ്മ എനിക്കിട്ട പേരാണ് ശങ്കർ. പക്ഷെ ഐ തോട്ട് എനിക്കൊരു ഇപ്പൊ നോർത്തിലൊക്കെ പോകുമ്പോ മിസ് ശങ്കർ എന്നാണ് എന്നെ വിളിക്കുക. പിന്നെ ഹിമ ശങ്കർ എന്നൊക്കെ പറയുന്ന ശരിക്കും ഒറ്റ പേരല് ആണുങ്ങളുടെ പേരാണ്. ഓക്കെ, അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഒരു ഒറ്റ പേരായിട്ട് വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഹിമ ശങ്കരി എന്നാക്കി, അത്രേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല. പല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും ഒരു ക്ലിയർ ഐഡിയ കിട്ടുന്നുണ്ട്. അപ്പൊ ആദ്യം മുതലേ തന്നെ ചോദിക്കാം, എന്നാ ഉണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. കുറച്ച് സിനിമകളൊക്കെ റിലീസായി. ഇപ്പൊ വീണ്ടും ഞാനൊരു ഗ്യാപ്പിന് ശേഷം മൂവീസ് ഒക്കെ ചെയ്തു തുടങ്ങി. അതിന്റെ റിലീസൊക്കെ വന്നു. അപ്പൊ പിന്നെ അത് തുടങ്ങി, അത് തന്നെ പറഞ്ഞ് നമുക്ക് നമ്മുടെ ഇന്ന് അത് ഇന്റർവ്യൂ അങ്ങ് തുടങ്ങിയേക്കാം. ഏതൊക്കെ സിനിമകളാണ് റിലീസ് ആവാനായിട്ട് പോകുന്നത്? എന്നത്തേക്കിനാണ് എല്ലാം? ഇപ്പൊ റിലീസായത് സൈന പ്ലസില് നീലരാത്രി എന്ന് പറഞ്ഞൊരു ഡയലോഗ് ത്രില്ലർ റിലീസായിട്ടുണ്ട്. പിന്നെ ചാപ്പകുത്ത് എന്ന് പറഞ്ഞൊരു മൂവി റിലീസായി. പക്ഷെ അതൊരു അവാർഡ്സിനൊക്കെ പോയിട്ടുള്ള സിനിമ ആയതുകൊണ്ട് അതൊരു തിയേറ്ററിൽ വ്യൂവർഷിപ്പ് കിട്ടിയില്ല. പക്ഷെ കണ്ടവരെല്ലാം ഭയങ്കര അഭിപ്രായം പറഞ്ഞു. അപ്പൊ അതിന്റെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ OTT ഉടനെ തന്നെ വരും. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നല്ല ഒപ്പീനിയൻ കേട്ടപ്പോ അത് ഭയങ്കര പ്രതീക്ഷയോടെയാണ് ഞാൻ കാണുന്നത്. നല്ല പെർഫോമൻസ് സ്പേസ് ഉള്ളൊരു സിനിമയാണെന്നു. ഓക്കെ, അപ്പൊ എന്തായാലും പുതിയ പുതിയ സിനിമകളെല്ലാം ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. ഞാൻ ചാപ്പാക്കുത്തിന്റെ വീഡിയോസും അതുപോലെ നീലരാത്രികളിലൊക്കെ വീഡിയോസ് ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു. ഭയങ്കര മറ്റേ ചാപ്പാക്കുത്താണ് എന്റെ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നത്. കാരണം അതിന്റെ ടൈറ്റിലാണെങ്കിലും സഹോദരന് വേണ്ടിയിട്ട് ജീവിതം മാറ്റിവെച്ച പെങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് ഓക്കെ, ആ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത് എന്താണ് ഇഷ്യൂ? നമ്മളിപ്പം കാണാൻ ഒരു പ്രേക്ഷകരെ നമ്മൾ പ്രേരിപ്പിക്കുന്ന എന്താണ് അതിലുള്ളത്? ലൈക്ക് ചാപ്പക്കുത്ത് എന്നുള്ള പേരുണ്ടല്ലോ, അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാമ്പിങ് ആണ്. സ്റ്റാമ്പിങ്. ഓക്കെ, അതായത് നമ്മളിപ്പോ ഒരാളെ ഭ്രാന്തനായിട്ടോ അല്ലെങ്കിൽ ഒരു മോശക്കാരിയായിട്ടോ അല്ലെങ്കിൽ അവള് വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ടോ മുദ്ര കുത്തി കഴിഞ്ഞാല് പിന്നെ അവള് അതിലിപ്പോ ഭ്രാന്ത് മാറിയാൽ അവര് സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ ഒരു അബദ്ധം കൊണ്ട് ഒരു പ്രശ്നം നേരിട്ടിട്ട് അതിൽ നിന്ന് ഒരാൾ പുറത്തു കിടന്നാലും സമൂഹം പറയും അവൾ ആ പേരിലാണ് പലപ്പോഴും അവര് സ്റ്റാമ്പ് ചെയ്ത് വെച്ചിരിക്കാം. അപ്പൊ അതിനെ അഡ്രസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതായത് അനിയന് ഭ്രാന്തായിരുന്നു, അവനെ ഭ്രാന്തായെന്ന് പറഞ്ഞാൽ ഭ്രാന്ത് ഒരു ആക്സിഡന്റിന് ശേഷം വന്നതാണ്. ഓക്കെ, അപ്പൊ ആ ആക്സിഡന്റിന് ശേഷം ഭ്രാന്ത് വന്നു. അത് അവന് വേണ്ടിയിട്ട് ജീവിക്കുന്ന ചേച്ചി. അപ്പൊ കൊറോണ കാലത്തെ ഉള്ള ഇവരുടെ ജീവിതമാണ് ഈ സിനിമ. കൊറോണ വരുന്നതിന് മുമ്പും കൊറോണയുടെ സമയത്ത് ഇവർക്കുണ്ടായ അവസ്ഥ, ഇവിടെ കയ്യിൽ കാശില്ല. ഇപ്പൊ ചേച്ചി കൊറോണ പിടിച്ച് ചേച്ചി മരണപ്പെടുന്നുണ്ട്. അപ്പൊ ഈ പയ്യനെ എങ്ങനെയാണ് നാട്ടുകാര് ട്രീറ്റ് നാട്ടുകാരെ ട്രീറ്റ് ചെയ്തത്, അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമാണ്. കൊറോണ എത്രത്തോളം പലരുടെ മനുഷ്യത്വത്തെ കട്ട് ചെയ്ത് കളഞ്ഞു, മരണഭയം, അങ്ങനത്തെ ഒരു സംഭവം ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളെ കേട്ടോണ്ടിരിക്കുന്നവർ കേൾക്കുക, ചാപ്പാക്കുത്ത് എന്നുള്ളതാണല്ലോ സിനിമ. അപ്പൊ എന്തായാലും ഹിമ ശങ്കരി നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ചേച്ചിയോട് തന്നെ ചോദിച്ചു കുറേ കാര്യങ്ങൾ, ആരാണ് എന്താണ് നമ്മൾ അറിയാത്ത കുറെ ഡൈമെൻഷൻസ് ഉണ്ട്. സോ അതൊക്കെ നമുക്ക് കേട്ടറിയാം. സോ കീപ് ഓൺ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. 89.6 FM Sargakshetra SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് മലയാളം ഫിലിം ആക്ട്രസ് ഹിമ ശങ്കരി. ചേച്ചി, നമ്മളിതേ സിനിമ തന്നെ പറഞ്ഞ് ആദ്യം തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇനി നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമ്മൾ ഭയങ്കര കോൺവെർസേഷൻ ഒക്കെ നമ്മൾ പോവാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് സംസാരിക്കുന്നു, ചേച്ചിയുടെ വിശേഷങ്ങൾ പറയുന്നു, അതൊക്കെയാണ് ഉള്ളത്. ആൻഡ് നമുക്കറിയാം ഓക്കെ, ഡീൽ, ഞാൻ എടുത്തിരിക്കും. അപ്പൊ നമുക്ക് ഒരു ഐസ് ബ്രേക്ക് സെഷൻ ആയിട്ട് തന്നെ ഞാൻ കുറച്ച് ടേംസ് പറയുന്നു. ആ ടേംസ് ചേച്ചി കേൾക്കുമ്പോൾ എന്താണോ മനസ്സിലേക്ക് വരുന്നത് അത് പറയാം. ഓക്കെ, ഫസ്റ്റ് ഉള്ളത് ഹിമ ശങ്കരിയുടെ വീക്ക്നെസ്. ഫുഡായിരുന്നു എന്റെ വീക്ക്നെസ്. നല്ല ഫുഡിന്റെ മണം അടിച്ച് ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. ഇപ്പൊ പക്ഷെ ഞാൻ വെജിറ്റേറിയൻ ആയി കുറച്ച് കൺട്രോൾ ചെയ്യാണ് അടുത്ത വർക്ക്സിന് വേണ്ടിട്ട്. അപ്പൊ ഇപ്പൊ
ഇനി പുതിയ വീക്ക്നെസ് ഞാൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഫുഡിലേക്ക് തന്നെ നമ്മൾ തിരിഞ്ഞു പോവാണെങ്കിലേ എങ്ങനത്തെ ഫുഡ് പല പല കൈൻഡ് ഓഫ് ഫുഡ്സിനെ വേണ്ടി ഇങ്ങനെ അലീവായിരുന്നോ? നല്ല നല്ല അത്യാവശ്യമുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഒതന്റിക് ഒറിജിനൽ ടേസ്റ്റ് ആണ് ഇഷ്ടം. അതായത് മിക്സ് ടേസ്റ്റിനേക്കാളൊക്കെ എനിക്ക് നൂഡിൽസ് പോലും ഇഷ്ടപ്പെട്ടത് ഈ ടിബറ്റൻ അങ്ങനെയുള്ള സൈഡിലുള്ള ഒറിജിനൽ ടേസ്റ്റ് കഴിച്ചപ്പോഴാണ്. അതിനു മുമ്പ് എനിക്ക് ഇവിടുത്തെ ഒരു അഡാപ്റ്റേഷൻ ഓഫ് നൂഡിൽസ് ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എല്ലാത്തിന്റെ ഒരു ഒതന്റിക് ടേസ്റ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് അത് ഇഷ്ടപ്പെടും. മാത്രമല്ല ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഈ ഹോട്ടൽ ഫുഡ് അല്ലാതെ വളരെ മാത്രമായിട്ട് ഈ നാച്ചുറൽ ആയിട്ട് ചെറിയ കടകളിൽ നിന്നൊക്കെ ചേച്ചിമാരൊക്കെ ഉണ്ടാക്കൂലേ, അതിന് കുറച്ചും കൂടി ജീവനുണ്ടെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ചേച്ചി ഉണ്ടാക്കിയതില്ലേ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ഡിഷ് ഏതാ? ചേച്ചി തന്നെ ഉണ്ടാക്കിയത് എന്റെ ടീം എനിക്ക് ഇത്രയ്ക്കും കൈപ്പുണ്ണി ഉണ്ടായിരുന്നോ എന്നൊക്കെ ചിന്തിച്ചോ ഒരു നിമിഷം ഏതായിരുന്നു? അങ്ങനെ ഇപ്പൊ ഞാൻ ഞാൻ വെജിറ്റേറിയൻ ആണ്, പക്ഷെ മുൻപ് ഉണ്ടാക്കിയതില് എനിക്ക് ടേസ്റ്റ് ഒരു 3 കിലോ ചിക്കൻ ഉണ്ട്. ഞാൻ അതിനെ കാവ് ചിക്കൻ എന്നാണ് വിളിക്കുക. അതിനെ ശരിക്കും എന്താണ് വിളിക്കുക? കാവ് ചിക്കൻ എന്നാണ് ഞാൻ വിളിക്കുക. കാരണം അത് ഈ കണ്ണൂരിലെ കാവുകളിലൊക്കെ കിട്ടുന്ന ടേസ്റ്റ് ഉള്ള ചിക്കനാണ്. അപ്പൊ ആ സമയത്ത് അത് മട്ടനും ഉണ്ടാക്കും. അതില് ഈ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും തേങ്ങാക്കൂത്തും മാത്രമേ ഉള്ളൂ, വെളിച്ചെണ്ണയും, ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. പക്ഷെ ഇത് ഉണ്ടാക്കി വരുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മള് നാടൻ ചിക്കനിലാണ് സാധാരണ ചെയ്യുക. അപ്പൊ ഇത് കണ്ണൂരിൽ നിന്നാണ് ഞാൻ ആദ്യമായി കഴിച്ചത്. ആ കഴിച്ചാൽ തന്നെ എന്റെ ടേസ്റ്റ് കംപ്ലീറ്റ്ലി അതിലേക്ക് വീണു. അപ്പൊ ഞാൻ അത് എന്റെ ഫ്ലാറ്റിൽ വന്നിട്ട് ഞാൻ റീക്രിയേറ്റ് ചെയ്തു. അപ്പൊ തന്നെ ഞാൻ വീണ്ടും അതിലേക്ക്, കാരണം കറക്റ്റ് ആ ടേസ്റ്റില് നല്ല ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരിക്കലും മഞ്ഞൾപ്പൊടി ഇത്ര അധികം ഇടുന്ന കാണുമ്പോഴേക്കും അയ്യോ എല്ലാവരും മഞ്ഞൾപ്പൊടി ഇത്ര അധികമോ, പക്ഷെ അത് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഈ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർന്നിട്ട് ഒരു പ്രത്യേക തരം ടേസ്റ്റ് വരും. ആ ടേസ്റ്റ് ആണ് ദ ബെസ്റ്റ് ടേസ്റ്റ്. അതെനിക്ക് ഫുഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കൊതി വരും. ചേച്ചി പറഞ്ഞു കേട്ടിട്ട് ആക്ച്വലി വേണമെങ്കിൽ ഉണ്ടാക്കി, ഞാൻ വെജിറ്റേറിയൻ ആയിട്ട് ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷെ ഇത് ഉണ്ടാക്കാൻ പറ്റിയൊരു ടേസ്റ്റ് ആണ്. നമ്മള് മോർ ദാൻ യൂഷ്വൽ എന്താണ് മഞ്ഞൾപ്പൊടി, അപ്പൊ നമ്മുടെ വയറിനൊക്കെ വളരെ നല്ലതാണിത്. കാരണം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മാത്രം ട്രൈ ചെയ്യും. അതെ, എന്തായാലും നമ്മൾ ഉണ്ടാക്കിയിരിക്കും. ഓക്കെ, കാവ് ചിക്കൻ അല്ലേ? ഓക്കെ, ഞാനൊരു പേരാ, കാരണം കാവിലൊക്കെ ഉണ്ടാക്കുന്ന ചിക്കൻ ആയതുകൊണ്ട് ഞാൻ അതിന് അങ്ങനെ ഒരു പേര് ഇട്ടു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഫുഡ് ആയിരുന്നു നമ്മുടെ വീക്ക്നെസ്. ഇപ്പൊ നമ്മൾ പുതിയതിനായിട്ടുള്ള അന്വേഷണത്തിലാണ്. അപ്പൊ അടുത്ത ടീമിലേക്ക് പോയാലോ? വീക്ക്നെസ് അന്വേഷിക്കണം. ഓക്കെ, അടുത്ത അന്വേഷണത്തിന് കഴിയുമ്പോ പറയണം കേട്ടോ. ഓക്കെ, അടുത്ത ടേം ഇതാണ് ഡ്രീം. എന്റെ ഡ്രീംസിന് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എന്റെ വൺ ഓഫ് മൈ ബെസ്റ്റ് ഡ്രീം ഈസ് ഐ വോണ്ട് ടു ബി എ ട്രാവലർ. അതായത് എനിക്ക് ഒരുപാട് സ്ഥലങ്ങൾ യുണീക്ക് ആയ രീതിയിൽ ട്രാവൽ ചെയ്യണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ട്രാവലർ ആവണം. പിന്നെ ഓഫ് കോഴ്സ് എന്റെ കരിയറിൽ ഏറ്റവും ഹൈറ്റിൽ എത്തുന്ന ആഗ്രഹമാണ്. ഞാൻ ഇപ്പോഴാണ് റിയൽ ആയിട്ട് കരിയർ റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിന്റെ അതുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്കൊരു ട്രാവലർ ആയിട്ട് ലോകം കണ്ട് ഈ പ്രകൃതി എക്സ്പ്ലോർ ചെയ്യണം. അതെ, ഓക്കെ. അപ്പൊ ആ ഡ്രീം സാധിക്കട്ടെ കേട്ടോ. എത്രയായാലും ടൈം എടുത്താണെങ്കിലും അല്ല, എത്രയും പെട്ടെന്ന് ലൈക്ക് ആ ഒരു ആഗ്രഹം നടക്കട്ടെ. ട്രാവലർ ഞാനൊരു ജിപ്സി പോലെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ കുറച്ച് ഫോക്കസ്ഡ് ആയിട്ട് വർക്കിന്റെ കാര്യത്തിലൊക്കെ അപ്പൊ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് എന്റെ ആഗ്രഹം. മുൻപ് ഭയങ്കര ട്രാവലിംഗ് ഒക്കെ കൂടുതൽ തന്നെയായിരുന്നു, പക്ഷെ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഇപ്പൊ കുറച്ചൊന്ന് ഒതുങ്ങിയിരിക്കുകയാണ്. കാരണം വർക്ക് ചെയ്ത് ഇനി കാശ് ഉണ്ടാക്കിയാലേ നടക്കുള്ളൂ. അതുകൊണ്ട് ഇത് ഈ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു ഇതാണ്, അവർക്ക് ഫുഡ് എന്ന് പറയുന്നത് അവർക്കൊരു വീക്ക്നെസ് ആയിരിക്കും. കാരണം പല സ്ഥലത്ത് പോയിട്ട് പല ഫുഡ് ടേസ്റ്റ് ചെയ്തവർക്ക് പിന്നെ അതിന്റെ റെപ്ലിക്ക അത്ര ഇങ്ങോട്ട് പിടിക്കത്തില്ല. ആ ഒരു കോമ്പിനേഷൻ എന്തായാലും അങ്ങനെ വരുന്നതാ. ടേസ്റ്റ് മാത്രമല്ല, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം നമ്മൾ എല്ലാ ഫുഡും ടെസ്റ്റ് ചെയ്യും. നമ്മളിപ്പോ ഇവിടെ അയ്യോ എനിക്ക് ആ കറി ഇഷ്ടമല്ല, ഈ കറി ഇഷ്ടമല്ല, നമ്മൾ അങ്ങനെ പറയുമല്ലോ. ഞാൻ മനസ്സിലാക്കുന്ന ഫുഡിനെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് ഒരു കറി എന്ന് പറഞ്ഞ ഒരാൾ തരുന്ന ടേസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ അത് മോശമാക്കുന്നത്. ഇപ്പൊ പാവയ്ക്ക തന്നെ ചിലർക്ക് പാവയ്ക്ക ഇഷ്ടമല്ല, കയ്പുള്ളതുകൊണ്ട്. പക്ഷെ ഞാൻ പാവയ്ക്ക ഉണ്ടാക്കുന്ന സമയത്ത് അതിന് കയ്പ് ഉണ്ടാവില്ല. ഫ്രൈ ചെയ്ത് ഭയങ്കരമായിട്ട് എണ്ണയിൽ വഴന്ന് അതിനൊട്ടും കയ്പില്ലാതെ ഭയങ്കര ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് കഴിച്ചിട്ടുള്ള ആൾക്കാർക്ക് പാവയ്ക്കയുടെ കയ്പ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇത് കഴിക്കുമ്പോൾ ഇഷ്ടമാവും. കാരണം അപ്പൊ നമ്മൾ ആദ്യമായി കിട്ടുന്ന ടേസ്റ്റ് ആണ് നമ്മൾ ആ ഫുഡ് ഇഷ്ടമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അതെ, അപ്പൊ എന്തായാലും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് അലയുന്ന ആളാണ് ഒരു ഓൾമോസ്റ്റ് എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടാണ് എനിക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് നോക്കുള്ളൂ. അപ്പൊ ഒന്നിനോട് നമുക്ക് അങ്ങനെ ഒരു വിരോധം വെക്കില്ല. എന്റെ ടേസ്റ്റിന് പറ്റുമെന്ന് നോക്കും, എന്നിട്ടാണ് അത് ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് നമ്മൾ ഇടുക. അത് ഒരാൾ ഉണ്ടാക്കുന്ന സ്റ്റൈലും കൂടി അതിൽ ഇമ്പോർട്ടന്റ് ആണല്ലോ. അതെ, അപ്പൊ എന്തായാലും അങ്ങനെ ഒത്തന്റിക് ടേസ്റ്റ് ഒക്കെ ഇനിയും ടേസ്റ്റ് ചെയ്യാനായിട്ട് പല സ്ഥലങ്ങളിലും പോകാനായിട്ട് പറ്റട്ടെ. അപ്പൊ നമുക്ക് അടുത്ത ടൈമിലേക്ക് പോയാലോ? ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് മലയാളം ഫിലിം ആക്ട്രസ് ഹിമ ശങ്കരി ചേച്ചി. അടുത്ത ടേം ഇതാണ്
റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ്? കറന്റ്ലി സിംഗിൾ ഓക്കെ, എന്ന് പറയാം. റെഡി ടു മിങ്കിൾ എപ്പോഴായിരിക്കും? അങ്ങനെയല്ല, കുറച്ചിങ്ങനെ റെഡി ടു മിങ്കിൾ എന്ന് പറഞ്ഞ സ്റ്റേറ്റസ് ഒക്കെ കുറച്ച് ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം പൊട്ടിപ്പോയി. ഇപ്പൊ കറന്റ്ലി ഞാൻ അങ്ങനെ ഒരു ഫോക്കസ് ഇൻ ടു ദാറ്റ് കൈൻഡ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞ് കട്ട് ചെയ്തിരിക്കുകയാണ്. പണിയെടുക്കുക, ജീവിക്കുക എന്നുള്ള കാര്യങ്ങളുള്ളൂ. പിന്നെ മാത്രമല്ല മൊത്തം കരിയറിലേക്ക് ഫോക്കസ് ആണ്. കാരണം ഞാൻ അത്രയും ഫോക്കസ് ആയിട്ടില്ലായിരുന്നു, കാരണം ഞാൻ വേറെ കുറെ കാര്യങ്ങളും എന്റെ അന്വേഷണങ്ങളുമായിട്ട് നടപ്പായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയത്തെ ഒരു ലെവൽ എന്ന് പറയുന്നത് നമ്മള് റിലേഷൻഷിപ്സ് എന്ന് പറയുന്നൊക്കെ അതിനുവേണ്ടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും, അതിനുവേണ്ടി അതിന്റെ ഒരു സുഖം അന്വേഷിച്ചു പോലും അതിന്റെ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ തീർന്നു. ഇനി എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുക. അതിന്റെ ഇടയിൽ അത്രയ്ക്ക് നമ്മൾ അതിന്റെ ഇടയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരാളെ മാത്രമേ നമുക്ക് ഇനി ഒരു റിലേഷൻഷിപ്പിന് കൂട്ടാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് സമയം കളയാനോ അല്ലെങ്കിൽ അടിച്ചുപൊളിച്ച് നടക്കാനോ ഉള്ള ഒരു ടൈം ഇല്ല. അതെ, ഓക്കെ. അപ്പൊ എന്തായാലും ഇനി അടുത്തത് ഒരു കറന്റ് സിനാരിയോയെ പറ്റിയിട്ടുള്ള ഒരു ടേം ആണ് കേട്ടോ. ചൂട് എങ്ങനെയുണ്ട്, എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? ചൂട് ഒരു സമയത്ത് നല്ല ചൂടൊക്കെ ഫീൽ, പക്ഷെ എനിക്ക് ബേസിക്കലി എന്റെ ബോഡി ഞാൻ ഏത് സിറ്റുവേഷനിലേക്ക് അഡ്ജസ്റ്റ് ആവുന്ന ടൈപ്പ് ഒരു ബോഡിയാണ്. ചിലപ്പോ ഒരു ആദ്യത്തെ ഒരു കുറച്ച് ആഴ്ചയൊക്കെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ ചൂടിനോട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. കാരണം ഇത് തണുപ്പിനോട് ഇതുപോലെ തന്നെയാണ്. പിന്നെ ഞാൻ കുറച്ച് സൺ മെഡിറ്റേഷനൊക്കെ ഉള്ള ഒരാളാണ്. അപ്പൊ എന്താ നമ്മൾ സൺ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു ചൂട് ഓൾറെഡി വേറെ തരത്തിലാണ് വർക്ക് ചെയ്യുക. അപ്പൊ ഭയങ്കരമായിട്ട് ഇങ്ങനെ സഹിക്കാൻ വയ്യാത്ത ചൂട് എനിക്ക് അങ്ങനെ വേർക്കൊക്കെ ചെയ്യും, പക്ഷെ ഞാൻ വേർക്കുന്നതിനെ ഞാൻ അങ്ങനെ തന്നെ വിടും. അതുകൊണ്ട് ഒരു പരിധി വിട്ടിട്ട് ചൂട് അഫക്റ്റ് ചെയ്യുന്നില്ല. ചൂടില്ലെന്നോ ഞാൻ ഉറങ്ങാൻ അല്ലെന്നൊന്നല്ല പറഞ്ഞു, പക്ഷെ അതിനോട് നമ്മൾ ഭയങ്കര ഭയങ്കരമായിട്ട് പൊരുത്തപ്പെട്ടു പോകും അല്ലേ? അല്ല, ഭയങ്കര അവേഴ്ഷനോടുകൂടി കാണാതെ ഇതും ഒരു പാർട്ട് ഓഫ് ദ ഗെയിം ആണ് പ്രകൃതിയുടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റില് ജീവിക്കുന്നു. അതുകൊണ്ട് AC ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല, എവിടെ പോയാലും ജീവിച്ചു. ഈ ട്രാവലിൽ പോയിട്ടുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന്റെ ഒരു ഗുണമാണ്. അതെ അതെ, ഓക്കെ. അപ്പൊ അടുത്ത ടൈമിലേക്ക് പോട്ടെ ചേച്ചി. തൃശ്ശൂർ പൂരം സത്യം പറഞ്ഞ എനിക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ്. കാരണം ഞാൻ ആ ദിവസം എനിക്ക് പോകാൻ ഇഷ്ടമല്ല പൊതുവെ. എനിക്ക് ആ പൂരമൊക്കെ കണ്ട് ആസ്വദിക്കാൻ ഇഷ്ടമാണ്. ഞങ്ങള് ഒരു 25 കിലോമീറ്റർ എവയാണ് തൃശ്ശൂർ പൂരത്തിന്റെ. തൃശ്ശൂർ തന്നെയാണെങ്കിലും ഞാൻ പോകും, പക്ഷെ എനിക്ക് അവിടെ മുൻപ് പോയപ്പോ ഉണ്ടായ ഒരു അനുഭവങ്ങൾ വെച്ചിട്ട് എനിക്ക് അവിടെ ആ തിരക്കിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ അത്ര ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് കാണാൻ ഇഷ്ടമാണ്. നൈറ്റിൽ ഞാൻ വെടിക്കെട്ടൊക്കെ കാണാനാണ് കൂടുതൽ പോയിട്ടുള്ളത്. പിന്നെ തൃശ്ശൂർ പൂരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു ആംബിയൻസ് ഒരു ടോട്ടാലിറ്റി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ ഉത്സവമാണ്. അത് രസമുണ്ട്. അതിന് ആ കൂട്ടായ്മയുടെ ഉത്സവം, ആളുകളുടെ ഒരു പൂരം എന്ന് പറഞ്ഞൊരു വൈബും നിലനിർത്തി കൊണ്ടുപോയാൽ നല്ലതാണ്. ഇപ്രാവശ്യത്തെ തൃശ്ശൂർ പൂരം നമുക്ക് എല്ലാവർക്കും എന്താ ഒരു വിഷമമായി, അതിനെപ്പറ്റി എന്തെങ്കിലും വിഷമായി പോയാലും അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ഫീൽ ഉണ്ടായിരുന്നോ? ഞാൻ അങ്ങനെ ഭയങ്കര പൂരം പ്രേമി അല്ലാത്തതുകൊണ്ടും അതെന്റെ ഭയങ്കര ഉള്ളിൽ തൊട്ട ഒരു വികാരം അല്ലാത്തതുകൊണ്ടും അതങ്ങനെ അത്ര അഫക്ട് ചെയ്തില്ല. ഇല്ല. ഓക്കെ. അപ്പൊ എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ ടേംസ് എങ്ങനെ ഉണ്ടായിരുന്നു? മനസ്സിലായില്ല. അല്ല, നമ്മുടെ ഐസ് ബ്രേക്ക് സെക്ഷൻ ഇവിടെ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി അടുത്ത സെഷനിലേക്ക് പോയത് എങ്ങനെ ഉണ്ടായിരുന്നു ഐസ് ബ്രേക്ക് സെഷൻ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ചോദിച്ച കുറച്ച് കാര്യങ്ങൾക്ക് എന്താക്കാൻ പറ്റി. ഓക്കെ, അപ്പൊ ഇനിയുണ്ട് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഓക്കെ. അപ്പൊ എന്തായാലും ചേച്ചി ഇവിടെ വെയിറ്റിംഗ് ആണ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട്. അപ്പം ഉത്തരം കേൾക്കാനായിട്ട് നമ്മളും റെഡിയാണ്. അപ്പൊ എന്തായാലും ഇനി കുറച്ച് പാട്ടുകളാണ് വരുന്നത് SK ഹോട്ട്സ്പോട്ടിൽ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ഫിലിം ആക്ട്രസ് ഹിമ ശങ്കരി. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. ഇന്നതേ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഫിലിം ആക്ട്രസ് ഹിമ ശങ്കരിയാണ്. ഞാൻ കൂടെ ഉള്ളത് ജോ ആണ്. അപ്പൊ നമ്മൾ ചേച്ചി ഇങ്ങനെ കൂടെ ഉണ്ട് ആൻസർ പറയാനായിട്ട് നമ്മളിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഉഷാറോടുകൂടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് നമ്മൾ മുമ്പേ ഒരു ഐസ് ബ്രേക്ക് സെഷനൊക്കെ കഴിഞ്ഞപ്പോഴേ ചേച്ചി ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ കൂടെ കരിയറിലേക്ക് ഫോക്കസ്ഡ് ആണ് എന്നുള്ളത്. അപ്പം അതിലേക്ക് നയിച്ചത് എന്താണ്, ലൈക്ക് എന്തുകൊണ്ടാണ് കുറച്ചും കൂടെ എന്ന കരിയർ എന്ന കുറച്ചും കൂടെ ഒന്ന് സെറ്റ് ആക്കാം എന്ന തീരുമാനത്തിൽ എത്തിയത്? എന്തെങ്കിലും സ്പെഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ടോ? കൊറോണ, അതായത് കൊറോണ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങനെ പോയാൽ പോരല്ലോ എന്നൊരു പ്രശ്നം വന്നത്. മാത്രമല്ല നമുക്ക് കൊറോണ കൊണ്ട് കുറച്ച് പ്രോബ്ലംസും ഉണ്ടായി. നമ്മളുടെ ഒരു ബിസിനസ്, എന്റെ അനിയന്റെ ഒരു ബിസിനസ് ഒക്കെ കുറച്ച് ഡൗൺ ആയി പോയി. അങ്ങനെ കുറച്ച് ലോണൊക്കെ വന്നു. അപ്പൊ മാത്രല്ല ഞാനാണെങ്കിൽ ഈ പറയുന്ന പോലെ ഡയറക്ഷനാണ് പഠിച്ചത്. അപ്പൊ എനിക്ക് ഡയറക്ടർ ആവാനാണ് താല്പര്യം. പക്ഷെ ഞാൻ ആക്ട്രസ് ആയിട്ടാണ് അറിയപ്പെട്ടത്. പിന്നെ ഞാനപ്പോ ആലോചിച്ചു, എന്റെ കരിയറിൽ ഞാൻ ആക്ടിങ്ങിന്റെ പിറകെ പോയിട്ടില്ല എന്ന് വരെ.
ആക്ടിങ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് പോലും ഞാൻ ആക്ടിങ്ങിനെ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഞാൻ എന്റെ വഴിക്കാണ് നടന്നത്. അപ്പൊ ഇതുവരെയും എന്റെ കയ്യിലുള്ളതിനെ മറന്നിട്ട് ഞാൻ എന്തിനാണ് എന്റെ കയ്യിൽ ഇല്ലാത്തതിനെ തേടി പോകുന്നത്? അപ്പൊ എന്റെ കയ്യിലുള്ളത് ഞാൻ ചോദിക്കാതെ തന്നെ കൊറോണ കഴിഞ്ഞൊരു 2021 ഇങ്ങോട്ട് വീണ്ടും വന്നു തുടങ്ങി. അപ്പൊ ഇതോട്ടെ എനിക്ക് അതിനോടൊരു റെസ്പെക്ട് ഉണ്ട്. ആ ആക്ടിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ടിങ് നന്നായിട്ട് പറ്റും. ഞാൻ ട്രെയിൻ ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ അമ്മ ട്രെയിനർ ടു. അപ്പൊ എനിക്കത് പറ്റുന്ന ഒരു കാര്യം ഞാൻ എന്തിനാണ് ഡയറക്ടർ ആവണമെന്ന് പറഞ്ഞ് ഓടി നടന്നിട്ട് അത് കളയുന്നത്? നിനക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം എക്സ്പ്ലോർ ചെയ്യും, മാക്സിമം ട്രൂത്ത്ഫുൾ ആയിട്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്ന മനസ്സിലാക്കി. അപ്പൊ അങ്ങനെയുള്ള കുറെ ക്യാരക്ടേഴ്സ് ഇപ്പൊ വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇപ്പൊ ഈ വഴി പോവാൻ തന്നെയാണ് പ്രകൃതി പറയുന്നത്. അപ്പൊ വേറെ ഒന്നും നോക്കണ്ട, ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഫോക്കസ് ഓൺ യുവർ വർക്ക്. ഇപ്പൊ വരുന്നതിനപ്പുറത്തേക്ക് കൊമേഴ്സ്യൽ ഫിലിംസിലുള്ള റോൾസ് വരുന്ന രീതിയിലേക്ക് അതിനെ മാറ്റുക. അങ്ങനെ തുടങ്ങിയ ഒരാളാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ തിയേറ്റർ പഠിക്കുമായിരുന്നു. വേറെ കുറെ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആയിട്ട് ഞാൻ അതിനെ അങ്ങനെ കെയർ ചെയ്തിട്ടില്ല. അപ്പൊ മോസ്റ്റ്ലി എന്റെ ലൈഫിലൊരു സെക്കൻഡ് ടൈം ആണ് അതിന്റെ ഒരു. അപ്പൊ ഇപ്പൊ ഒരു സെക്കൻഡ് ഫേസ് ആണ് നമ്മളിപ്പോ. അതെ, സെക്കൻഡ് ഫേസ് ആണ്. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ കൂട്ടത്തില്ലേ ഡയറക്ടർ ആവാനായിട്ടായിരുന്നു ആഗ്രഹം. അപ്പൊ എങ്ങനെയാണ് സിനിമയിലേക്ക് ഒരു ആക്ട്രസ് ആയിട്ട് വന്നത്? എങ്ങനെയാണ് അത്? ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമ പഠിക്കുന്ന സമയത്ത് അവിടെയുള്ള വരുന്ന ഒരുപാട് പേർക്ക് എന്നെ അറിയാം. അങ്ങനെ അവർ ഓരോന്നിൽ കാസ്റ്റ് ചെയ്ത് അങ്ങനെ എന്നെ അറിയപ്പെട്ട് പോയതാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ കുറെ സിനിമകളിലൊക്കെ അഭിനയിച്ചു. ആൻഡ് അതിൽ നിന്നൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഇപ്പൊ ചേച്ചിയാണെങ്കിലും പല സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളിപ്പം സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചതുകൊണ്ട് ഭയങ്കര സീരിയസ് റോളിലേക്കാണ് നമ്മളെ എപ്പോഴും തിരഞ്ഞെടുക്കുക, അങ്ങനെ സെലക്ട് ചെയ്യുക. അങ്ങനെ ഒന്നും കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്, ഉറപ്പാണ്. പണ്ട് അത് ആദ്യത്തെ ഫേസിൽ അങ്ങനെ ഉണ്ടായിരുന്നു. സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറയുമ്പോൾ ബോൾഡ് റോൾസ്, ക്യാരക്ടർ റോൾസ് അങ്ങനത്തേതാണ്. നമ്മൾ അങ്ങനെ നായികയായിട്ട് പരിഗണിച്ചിട്ടില്ലായിരുന്നു. പിന്നെ പരിഗണിച്ചതെല്ലാം സമാന്തര സിനിമകളായിരുന്നു നായികയായിട്ട്, സീരിയസ് റോൾസ്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി ഇത് ഈ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയല്ലല്ലോ. ഞാൻ ഭയങ്കര അടിച്ചൊക്കെ പൊളിച്ച് ഇരിക്കുന്ന ഒരാളാണ്. എനിക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഒരു കുഞ്ഞിനെ പോലെയൊക്കെ ഇരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. സ്കൂൾ ഓഫ് ഡ്രാമയ്ക്ക് മുമ്പ് ഞാൻ ഭയങ്കര സോഷ്യൽ ആയിരുന്നു. അപ്പൊ ഞാൻ ആ ഒരു ഏരിയ ഒന്നും എന്നെ ആരും എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഭയങ്കര സീരിയസ് ആക്കി വെച്ചിരിക്കുകയാണ് എന്നെ. അതൊന്ന് പൊളിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്ക് വന്നിരുന്നു. അങ്ങനെ ആ ബിഗ് ബോസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞപ്പോ കുറച്ചും കൂടി നമ്മൾ അതിലേക്ക് എന്താണ് പറയുക, ഇനി വരുന്ന റോൾസ് എല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളും സീരിയസ് ആയിട്ട് ചെയ്യില്ലെന്നല്ല. ഇപ്പൊ ചാപ്പകുത്ത് സീരിയസ് റോളാണ്, പക്ഷെ അതിൽ എന്നാലും ആ ക്യാരക്ടറിന് ഒരു സ്വഭാവമുണ്ട്. അത് ഭയങ്കര രസമുള്ള സ്വഭാവമാണ്. അപ്പൊ അങ്ങനെ നീലരാത്രി ആണെങ്കിലും ക്യാരക്ടർ വൈസ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. സീരിയസ് ആണ്, പക്ഷെ അത് ഒരു സാധാരണ ഒരു വീട്ടമ്മയുടെ നൊമ്പരങ്ങളാണ്. അപ്പോൾ അല്ലാണ്ട് ഭയങ്കര അങ്ങനെ ഓരോന്ന് വരുന്ന. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഏറ്റവും കളർഫുൾ ആയ ഒരു ക്യാരക്ടർ ചെയ്തത് നമ്മുടെ നേമം പുഷ്പരാജ് സാറിന്റെ പടത്തില് രണ്ടാമയാമം എന്നുള്ള പടത്തില് ഉള്ള ഒരു ക്യാരക്ടറാണ്. അത് ഭയങ്കര കളർഫുൾ ആയിട്ട് നാട്ടിൻപുറത്ത് സാധനങ്ങളൊക്കെ വിറ്റ് നടക്കുന്ന ഒരു വണ്ടി തന്നെ കടയാക്കിയിട്ടുള്ള ഒരു ഭയങ്കര കളർഫുൾ ക്യാരക്ടറാണ്. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു റോൾസ് ചെയ്യാനായിട്ട് ഭയങ്കര സീരിയസ് റോളൊക്കെ ഒന്ന് മാറി. സീരിയസ് അല്ല, എനിക്ക് അങ്ങനെ കോമഡി ചിൽ ബഡി ടൈപ്പാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ എന്നെ എല്ലാവരും ഞാൻ എന്റെ ലൈഫിൽ എക്സ്പോസ് ചെയ്യപ്പെട്ട ഭയങ്കര സീരിയസ് ആയിട്ടാണ്. അതുകൊണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ അറിയാത്ത ഹിമ ശങ്കരി ഇങ്ങനെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ റിവീൽ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ എന്തായാലും ചേച്ചിയെ കുറിച്ച് കൂടുതൽ അറിയാം SK ഹോട്ട്സ്പോട്ടിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. സർഗക്ഷേത്ര 89.6 FM SK ഹോട്ട്സ്പോട്ട് ആണ്. ആൻഡ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഹിമ ശങ്കരി, മലയാളം ഫിലിം ആക്ട്രസ്. അപ്പൊ എന്തായാലും ചേച്ചിനെ കുറിച്ച് നമ്മൾ കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ ഇപ്പം ഹിമ ശങ്കരി ആരാണ്, എന്താണ് എന്നുള്ളത് ഉള്ളിന്റെ ഉള്ളിലെ ആ ഒരു ചൈൽഡിഷ് സ്വഭാവമുള്ള ആളൊക്കെ ഇതിങ്ങനെ പുറത്ത് വന്ന ചിൽ ബഡിയാണെന്ന് നമ്മളെ ഇങ്ങനെ ഉറപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ചേച്ചി നമ്മളിപ്പം സിനിമയെ കുറച്ചും കൂടെ കരിയറിൽ കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതില് അഭിനയിച്ചിട്ടുള്ള ചില സിനിമകളുണ്ട്. ഇപ്പം അത് കുറച്ചും കൂടെ സീരിയസ് റോൾ ആയിരിക്കും. പക്ഷെ എന്നിരുന്നാലും അല്ല, സീരിയസ് റോൾ മാത്രമല്ല, അപൂർവരാഗം ഒക്കെ സീരിയസ് അല്ല, ചിൽ ബഡിയാണ്. കുറച്ചു ഫ്രണ്ട്സിന്റെ ഒക്കെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാം സിനിമയിലൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കണ്ടിട്ടുള്ളതിൽ വെച്ച് അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ആളുകൾ ഇനിയും കാണണം, അല്ലെങ്കിൽ ആളുകളിലേക്ക് ഈ ഒരു റോൾ എത്തണം, ഈ ഒരു കഥാപാത്രം അവരിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളത് ഏത് വേഷം ചെയ്തപ്പോഴായിരുന്നു? അത് ഇപ്പൊ ഞാൻ അങ്ങനെ നോക്കുമ്പോ ഭയങ്കര കൂൾ ബഡി ആയിട്ടുള്ളല്ല. എനിക്ക് ചാപ്പകുത്ത് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞപ്പോ തോന്നി ഈ സിനിമ ഒരുപാട് വലിലേക്ക് എത്തണ്ടെന്ന് തോന്നി. അതായത് അത് എന്തുകൊണ്ടാണ് തിയേറ്ററിൽ കാണുന്നവരെ എനിക്ക് ആ സിനിമ കുറച്ചൊരു ഭയങ്കര സമാന്തര സ്വഭാവമുള്ള സിനിമയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ തിയേറ്ററിലാണ് ഞാൻ ഫസ്റ്റ് അത് കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോ കണ്ട ആളുകളുടെ റെസ്പോൺസ്, ഈവൻ ചെറിയ പിള്ളേരൊക്കെ വന്ന് എനിക്ക് കൈ തരിക, ചേച്ചി സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പൊ ഐ ഫെൽറ്റ് ആ സിനിമ ആളുകൾ കാണണമായിരുന്നു എന്നൊരു ആഗ്രഹം എനിക്ക് വന്നു. കാരണം വെച്ചാൽ ഒരുപാട് പേര് അതെന്റെ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് പേരുടെ റെസ്പോൺസ് ഭയങ്കര ഹൃദയത്തിൽ തൊട്ട സിനിമ എന്നുള്ള രീതിക്കാണ് ഒരുപാട് പേര് പറയുന്നത്. അപ്പൊ അത് ഇത്തിരി സീരിയസ് റോളാണെങ്കിലും
എനിക്ക് അങ്ങനെ അടുത്ത കാലത്ത് ഫീൽ ചെയ്തൊരു സിനിമ അതാണ്. ഓക്കെ, അപ്പൊ ചാപ്പാക്കുത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണണം എന്ന് ആഗ്രഹിക്കുന്നുള്ളൂ അല്ലെ? അപ്പം ഈ ചിൽബഡി എന്നുള്ളൊരു ഇതല്ലാണ്ട് ലൈക്ക് വേറെ ഏതൊക്കെ കഥാപാത്രങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളത്? ലൈക്ക് ഇനി ഏതൊക്കെ ക്യാരക്ടറിലേക്ക് എത്തണം? എനിക്ക് വില്ലത്തി ക്യാരക്ടേഴ്സ് ഇഷ്ടമാണ്, ഭയങ്കര റഫ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇഷ്ടമാണ്, ഭയങ്കര കോമഡി ഇഷ്ടമാണ്, എന്താണ് പറയാ അൾട്ടിമേറ്റ്ലി ത്രില്ലിംഗ് ആയിട്ടുള്ള പോലീസ് വേഷങ്ങൾ ചെയ്യാൻ ഇഷ്ടമാണ്, പിന്നെ മറ്റേ രാജാപ്പാട്ട് വേഷങ്ങൾ ഇഷ്ടമാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു കരിയറിൽ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്തു എന്ന് പറയുമ്പോഴേ ഇങ്ങനത്തെ കുറെ ഡ്രീംസ് ഒക്കെ ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് വന്നേക്കുന്നത് അല്ലേ? ഇതൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനത്തെ റോൾസ് ഒക്കെ വരട്ടെ കേട്ടോ. ഞങ്ങളും ഇങ്ങനെ വെയിറ്റിംഗ് ആണ് ആ ബിഗ് സ്ക്രീനിൽ കാണാനായിട്ട്. ഉറപ്പായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു ഓൾ ദ വെരി ബെസ്റ്റ് തന്നെ നേരുവാണ്. അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് ഹിമ ശങ്കരിയാണ് ഓൺ SK ഹോട്ട്സ്പോട്ട്. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. ആൻഡ് യെസ്, ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് മലയാളം ഫിലിം ആക്ട്രസ് ഹിമ ശങ്കരി. ഒരു ട്രെയിനറാണ്, അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച് നാടകരംഗത്ത് കുറേ അതുല്യ കഥാപാത്രങ്ങളെ മുന്നോട്ട് വെച്ചതാണ്. സിനിമയിലാണെങ്കിലും കുറേ ഏറെ നല്ല 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 കഥാപാത്രങ്ങളെ നമുക്ക് നൽകിയ ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഒരു അഭിനേത്രി എന്ന് പറയാലോ അല്ലേ? അപ്പം എന്തായാലും ചേച്ചി, അപ്പം ഒരു അഭിനേത്രി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രൗഡ് മൊമെന്റ് ഫീൽ ചെയ്തത് എപ്പോഴായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും ഹാപ്പി ആയ ഒരു മൊമെന്റ് എപ്പോഴായിരുന്നു? ഇത് കുറച്ച് വലിയ ഒരു ആൻസർ പറയേണ്ടത്. കാരണം ഏറ്റവും ഇതിപ്പോ അടുത്ത് തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, എന്നാൽ നിങ്ങളുടെ അടുത്ത് ഒന്നും കൂടി പറയാം. അതായത് ഞാൻ യക്ഷം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ 15 minutes ഷോർട്ട് ഫിലിം. ഇപ്പോൾ 7 million അടുത്ത് ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അത്. അപ്പൊ അത് പക്ഷെ റിപ്പീറ്റ് വാല്യൂ ഉള്ള, പലർക്കും അത് കണക്ട് ആയിട്ട് റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. അപ്പൊ ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് നേരെ ഋഷികേശി പോയ സമയത്ത് അവിടെ വെച്ചിട്ട് എനിക്കൊരു ഗൈഡിനെ കിട്ടും. അപ്പൊ ആ ഗൈഡ് ജിതേന്ദ്ര എന്ന് പറഞ്ഞിട്ടൊരു ആളാണ്. അപ്പൊ അയാള്, ഞാൻ അവിടെ 2 ദിവസം അവിടെ നടന്നപ്പോ എനിക്ക് മനസ്സിലായി ഹീസ് എ ട്രസ്റ്റ് വർത്തി ഗൈ. അപ്പൊ ഞാൻ ആ ബൈക്കിൽ, അയാളുടെ ബൈക്കിൽ, ഹിമാലയൻ ബൈക്കർ, ഞാൻ നേരെ ബദ്രീനാഥ് പോയി. ബദ്രീനാഥ് ചെന്നിട്ട് പുള്ളി വിചാരിച്ചു ഞാൻ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ പെയിന്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ആണെന്ന് ചോദിച്ചു. അപ്പൊ ഹി വാസ് ലൈക്ക് ഓക്കെ, പെയിന്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റ്, എന്റെ പെയിന്റിങ്സ് കാണിക്കാൻ പറഞ്ഞു പുള്ളി. അപ്പൊ ഞാൻ പെയിന്റിങ്സ് ഞാൻ പറഞ്ഞു ഞാൻ പെയിന്റിങ്സ് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ ആക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എന്റെ വർക്ക് എന്തെങ്കിലും കാണിക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മള് സ്പിരിച്വൽ പ്ലേസിലായതുകൊണ്ട് ഞാൻ വെച്ചാൽ ഓക്കെ ഈ ഷോർട്ട് ഫിലിം കാണിക്കാം. അതെന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക്സ് ആണ് ആ ഷോർട്ട് ഫിലിം. എന്റെ 50 minutes ഉള്ളെങ്കിലും മോർ ദാൻ ഒരു സിനിമ എന്നെ ആൾക്കാര് അംഗീകരിച്ചുള്ള ആ ഷോർട്ട് ഫിലിമിലൂടെയാണ്. അപ്പൊ എനിക്ക് ഞാൻ ആ ഷോർട്ട് ഫിലിം കാണിച്ചു തന്നപ്പോ ഒരു 10 seconds കഴിഞ്ഞ് പുള്ളി അത് ക്ലോസ് ചെയ്തിട്ട് എന്നെ അടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ഇത് നിങ്ങളാണോന്ന് ചോദിച്ചു. അതെ. അന്ന് എന്റെ ബിഗ് ബോസിലെ ലുക്ക് ഐ കട്ട് മൈ ഹെയർ എന്നിട്ട് വേറെ ഒരു ലുക്കിലായിരുന്നു. അപ്പൊ എന്നെ ഷോർട്ട് ഫിലിമിലെ ലുക്കുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അതേന്ന് പറഞ്ഞപ്പോ പുള്ളി അലറി കൂവ, എനിക്ക് എന്റെ കഴിവ് തിരിച്ചു കിട്ടിയെന്ന് തലകുത്തി മറിയാ. ഐ വാസ് ലൈക്ക് അയ്യോ ഇയാൾക്ക് എന്തോ പറ്റി, പ്രാന്തായോ, ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടേണ്ടി വരുമോ എന്നൊക്കെ പേടിച്ചു പോയി. അപ്പൊ ഞാൻ അയാളൊന്ന് ഒതുങ്ങിയപ്പോ ഞാൻ ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറയുവാണേ ഈ ഷോർട്ട് ഫിലിം പുള്ളി ഒരു 50 വട്ടെങ്കിലും കാണാൻ, അത് അങ്ങനത്തെ ഒരു ഷോർട്ട് ഫിലിമാണ്, കണക്ട് ആയ കണ്ടുകൊണ്ടിരിക്കും, എന്നെ കാണണമെന്ന് പുള്ളി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് വന്നു. ഞാൻ എന്നിട്ട് പെട്ടെന്ന് ആ ഒരു ഹാപ്പിനെസ്സിൽ പുറത്തേക്ക് നോക്കിയപ്പോ ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലിൽ നിന്ന് വന്ന് ആ അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ് ഇടാം. അപ്പൊ ഐ വാസ് ലൈക്ക് അങ്ങോട്ടൊരു ലുക്ക് വന്നായി എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഞാൻ ആ ബിഗ് ബോസിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഒരു ട്രോമ ഉണ്ടായിരുന്നല്ലോ ബിഗ് ബോസിൽ പോകുന്ന എല്ലാവർക്കും. അതിന് പെട്ടെന്ന് തന്നെ ഞാൻ കട്ടായി. ഇപ്പൊ ഒരു എവിടെയോ, അതായത് അയാള് ഡെറാഡൂൺകാരനാണ്. ഡെറാഡൂണിലുള്ള ഒരാള്, കേരളത്തിൽ നിന്ന് വന്ന ഒരാള് എവിടെയോ വെച്ച് കണ്ടുമുട്ടുന്നു. അയാള് ലുക്ക് കംപ്ലീറ്റ്ലി മാറി. അയാള് കാണാൻ ആഗ്രഹിച്ച ഒരാളാണ്, അയാളുടെ കൂടെ എത്ര ദിവസം യാത്ര ചെയ്യുന്ന. അതപ്പോ അയാൾക്കുണ്ടായ സന്തോഷം അത് എന്നിലേക്കും വന്നു. അതുകൊണ്ടാണ് പുള്ളി പറഞ്ഞ പുള്ളിയുടെ പ്രാർത്ഥിച്ചു അത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവ് തിരിച്ചു കിട്ടിയെന്നുകൊണ്ടാണ് പുള്ളി ചാടിത്തുള്ളുന്നുണ്ടായിരുന്നു. ഓ, ഒരു ആക്ട്രസ് എന്ന നിലയിൽ ഭയങ്കരമായിട്ടും എന്താ ഒരു ഗൂസ് ബംസ് വന്നൊരു റോയൽ ട്രീറ്റ്മെന്റ് ആയിരുന്നു പിന്നെ എനിക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും അതുപോലത്തെ നല്ല നല്ല ക്യാരക്ടർ, അതുപോലെ നല്ല നല്ല കുറെ ഫിലിംസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റട്ടെ. അപ്പം ഞാനൊരു ജസ്റ്റ് ഇപ്പൊ കേട്ടതെന്നൊരു ഇത് ചോദിക്കുവാണേ, സിനിമ ചെയ്തിട്ടുണ്ട്, ഷോർട്ട് ഫിലിമും ഉണ്ട് അതോടൊപ്പം തന്നെ. അപ്പം ഈ ഷോർട്ട് ഫിലിമിലൂടെയാണോ അതോ സിനിമയിലൂടെയാണോ കൂടുതൽ റെക്കഗ്നീഷൻ കിട്ടിയിട്ടുള്ളത്? സിനിമ ഉണ്ട് കൂടുതൽ റെക്കഗ്നീഷൻ. അങ്ങനെ നോക്കുമ്പോ ആളുകള്
എന്റെ പേരും സൗണ്ടും അടക്കം പഠിച്ചു വെച്ചിരിക്കുന്ന ബിഗ് ബോസിലൂടെയാണ്. ബിഗ് ബോസ്, അതെ. ഞാൻ അതിന് അത്ര റെക്കഗ്നീഷൻ, അത്ര ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പോലും അത് നമുക്കൊന്നും നിവൃത്തിയില്ലാണ്. അത്രയും വലിയൊരു ഷോ ആണ് അത്, ആളുകളാണ് അതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ പറയുമ്പോ അങ്ങനെയാണ് സിനിമ. പിന്നെ തിയേറ്ററിലും ഒരുപാട് പേര് അറിയും, പക്ഷെ ഇതിനെയൊക്കെ ഒരു ടോട്ടാലിറ്റി ഭയങ്കര കുറവാണ്. അപ്പൊ മനസ്സിലാവും. അപ്പൊ കൂടുതലും അങ്ങനെയാണെന്ന് പറയാം. അങ്ങനെ അറിയപ്പെട്ടത് അങ്ങനെയാണ്. പക്ഷെ സിനിമയിലൂടെയും ഷോർട്ട് ഫിലിം ഈ യക്ഷത്തിലൂടെ തന്നെ ഒരുപാട് പേര് അറിയും. അപ്പൊ നമ്മൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല, എല്ലാം മിക്സ് ആണ്. എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അല്ലെ മൊത്തത്തിൽ. അപ്പൊ എന്തായാലും യെസ്, ബിഗ് ബോസ് ഫെയിം എന്ന് പറയുമ്പോൾ തന്നെ മലയാളം ഫിലിം ആക്ട്രസ് ഹിമ ശങ്കരിയാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഓൺ SK ഹോട്ട്സ്പോട്ട്. കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ഹിമ ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സോ കേൾക്കാനും അറിയാനും ഒരുപാട് ബാക്കിയിരിക്കുമ്പോൾ കൂടെ ഉള്ളത് ജോ ആണ്. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. അങ്ങനെ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഹിമ ശങ്കരി. അപ്പൊ ചേച്ചി നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്, ഒരു പ്രൗഡ് മൊമെന്റ് ഒക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോഴേ അതും നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് അത്, ആ ഇൻസിഡൻസ് ഒക്കെ കേൾക്കുമ്പോൾ. അങ്ങനെ എന്തായാലും ചേച്ചിയുടെ ലൈഫിലേക്കൊക്കെ ഇങ്ങനെ കൂടുതൽ ആരാണ് എന്താണ് ഹിമ ശങ്കരി എന്നൊക്കെ ചോദിച്ചു വരുമ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കണ്ടപ്പം പറഞ്ഞൊരു കാര്യം കേട്ടത്, നമ്മൾ ആളുകൾ പെൺകുട്ടികളോട് ഇങ്ങനെ പ്രതികരിക്കാനായിട്ട് പറയും, പക്ഷേ കൂടുതലും പ്രതികരിച്ചു കഴിയുമ്പോൾ ഒരു ഭയങ്കരമായിട്ടും ഒരു നെഗറ്റീവായിട്ടായിരിക്കും നമ്മളെ കണക്കാക്കുന്നത്. സോ സൊസൈറ്റി ഹിമ ശങ്കരി എന്ന വ്യക്തിയെ എത്രമാത്രം മാറ്റി, പണ്ട് ഇങ്ങനെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇങ്ങനെ പറയുന്നു ഓക്കെ ഇതെല്ലാം ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്, നാടകമേ ഉലകം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ എല്ലാം നോക്കി കാണുന്നു. അങ്ങനെ സൊസൈറ്റി എന്തുമാത്രം ഹിമ ശങ്കരി എന്ന വ്യക്തിയെ മാറ്റി മറിച്ചിട്ടുണ്ട്. സൊസൈറ്റി എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ആയിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് നമ്മൾ എന്താണെന്ന് അറിയാനുള്ളൊരു യാത്രയാണ്. അപ്പൊ നമ്മളുടെ ബ്ലഡ് ഭയങ്കര തിളച്ചു നിൽക്കുന്ന സമയമായിരിക്കും നമ്മുടെ ഒരു 20s എന്ന് പറയുന്നത്. അപ്പൊ ഈ 20s എന്ന് പറയുന്നത് നമ്മളുടെ വിദ്യാഭ്യാസം കഴിയുന്ന ഒരു സമയം, കോളേജിലെ ഒരു മൈൻഡ് സെറ്റ്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് പ്രതികരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് കൂടുതലായിരിക്കും. എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക്. അപ്പൊ ഞാൻ ഉണ്ടായിരുന്ന നാടകക്കാരുടെ ഇടയിലാണ്. അപ്പൊ നാടകക്കാരുടെ ഇടയിൽ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു സ്വഭാവം, നാടകം തന്നെ അങ്ങനെ ഒരു സ്വഭാവത്തിന്റെ പുറത്താണ് നിലകൊള്ളുന്നത്. ഇവിടെ എന്റർടൈൻമെന്റിനേക്കാൾ ഉപരി കുറച്ചും കൂടി പൊളിറ്റിക്കലാണ് ഇവിടുത്തെ പ്ലേസ് എല്ലാം. അപ്പൊ നമ്മൾ നിലനിന്ന സമൂഹം, ഞാൻ ഇടപെട്ട ഒരു സമൂഹം എന്ന് പറയുന്നത് കുറച്ചും കൂടി അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു സമൂഹമായിരുന്നു. അപ്പൊ അവിടെ ഞാൻ ഉണ്ടായിരുന്ന അതേ സ്വഭാവത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ഞാൻ ഇടപെട്ട പൊതുസമൂഹത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ ജഡ്ജ് ചെയ്യപ്പെടാന്ന്, നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതുപോലെയല്ല ആളുകൾ ജഡ്ജ് ചെയ്യുന്നത്. അപ്പൊ അത് ഒരു സമയത്ത് മനസ്സിലാക്കിയപ്പോ എനിക്ക് ഒരു സമയത്ത് അത് തിരിച്ച് മറുപടി കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു സമയം ഇപ്പം മടുത്തു. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് കുറച്ചും കൂടി എലിവേറ്റഡ് ടുവേർഡ്സ് മൈ വേറെ കുറെ കാര്യങ്ങൾ. അപ്പൊ എനിക്കറിയാം ഞാനൊരു ആർട്ടിസ്റ്റ് മാത്രമാണ്, എനിക്ക് ഇതുപോലെ സംസാരിക്കുന്നത്, ഞാൻ പൊളിറ്റിക്കലൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടൊക്കെ എനിക്ക് അറിയാം. പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ എന്റെ ഉള്ളെന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റ് എന്നത് മാത്രമാണ്. അതാണല്ലേ നമുക്ക് ഇൻസ്റ്റഗ്രാമിലെ ബയോ നോക്കിയപ്പോ ഞാൻ കണ്ടു, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഐ എം ആൻ ആർട്ടിസ്റ്റ് എന്ന് ഞാനിങ്ങനെ അത്രേ ഉള്ളൂ ഞാൻ. അപ്പൊ അത് മനസ്സിലാക്കിയപ്പോ എനിക്ക്, പക്ഷെ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്നിൽ ആർട്ടിസ്റ്റ് ഒരുപാട് മോൾഡ് ചെയ്തിട്ടുണ്ട്, ഡെപ്ത് ഉള്ളതാക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി ഒരു ആർട്ടിസ്റ്റ് നിൽക്കേണ്ട രീതികളിലൂടെ അല്ല ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് അഭിപ്രായം, ഒരു പൊളിറ്റീഷ്യൻ, മേ ബി ഒരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു ആക്ടിവിസ്റ്റ് അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ഒരു അക്കാദമീഷ്യനൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാൾ പോകുന്ന രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് അതല്ല ഇൻട്രസ്റ്റ്. അപ്പൊ അതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ഇനി ഈ കാര്യം ബ്രേക്ക് ചെയ്യണം. അപ്പൊ അതിലെനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല, കാരണം നമ്മളുടെ ആർട്ടിസ്റ്റിനെ പരുവപ്പെടുത്തുന്നതിൽ ഈ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ട്, ഞാൻ ആ ഒരു ഡെപ്ത് ഉണ്ടെങ്കിൽ ഈ എക്സ്പീരിയൻസുകളൊക്കെ കൂടി ചേർന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഒഴിവാക്കലുകൾ നേരിട്ടുണ്ട്. അപ്പോ ദാറ്റ് മീൻസ് നമ്മള് വളരുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളു വളരുകയും നമ്മളെ നിലനിന്ന സ്റ്റേജിൽ നിന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന സമയത്ത് അതിന് എനിക്ക് സൈലന്റ് ആവേണ്ടതുണ്ട്. ഞാൻ എന്റെ രീതിക്ക് എന്നെ മാറി നിന്ന് ഞാൻ എന്നെ കാണുന്നു. എനിക്ക് ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു, ഞാൻ എവിടെ നിന്നിരുന്നു എങ്ങോട്ടേക്ക് മാറുന്നു എന്നുള്ള വളരെ വിസിബിൾ ആണ് ഈ സമൂഹത്തിൽ. എന്ന് വെച്ചിട്ട് എന്റെ ഓൾഡ് സെൽഫിനെ എനിക്ക് ഇഷ്ടമില്ലാത്തതല്ല, കാരണം ഐ വാസ് വെരി ട്രൂത്ത്ഫുൾ ആൻഡ് ഓപ്പൺ.
അപ്പൊ ആ ഒരു ക്യാരക്ടർ ഉള്ള വ്യക്തിയിൽ നിന്ന് ഞാൻ എന്റെ വർക്കിലേക്ക് ഈ സ്വഭാവം മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഞാൻ മാറ്റുന്നത്. അല്ലാതെ സൊസൈറ്റിയോട് ഇടപെട്ട് വാഗൊണ്ട് സംസാരിച്ചിട്ട് വലിയ കാര്യമില്ല. കാരണം അവർ ജഡ്ജ് ചെയ്യുന്ന റോങ് ആയിരിക്കും വളരെ കൃത്യമായി മനസ്സിലായ സ്ഥലത്ത് നമ്മുടെ പഴയൊരു പഴഞ്ചൊല്ലുണ്ട്, മൗനമാണ് വിദ്വാനുഭൂഷണം എന്നുള്ളത്. അത് വളരെ ആപ്റ്റാന്ന് മനസ്സിലാക്കി മാറി നിൽക്കുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ മനഃപൂർവ്വമായിട്ട് നമ്മളെ ഒന്ന് മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ? നമ്മുടെ ഒരു കരിയർ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രം. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു ഫോക്കസിങ് അല്ലെങ്കിൽ ആ ഒരു മാറ്റം ഇപ്പം പലരും ചോദിച്ചിട്ടുണ്ട്, എന്താ ഹിമ ഇപ്പൊ ഒന്നും മിണ്ടാത്ത, അല്ലെങ്കിൽ ഇപ്പൊ പഴയ പോലെ ഒന്നും കാണണില്ലല്ലോ, അങ്ങനെയൊക്കെ പല ക്വസ്റ്റ്യൻസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ ഈ ഒരു ടൈമില്? കുറച്ചും കൂടെ ഒന്ന് ലൈറ്റർ ആയപ്പം എങ്ങനെയാ ചേച്ചി പ്രതികരിക്കുന്നത്, എങ്ങനെയായിരുന്നു? അല്ല, ഞാനിപ്പോ എനിക്ക് മനസ്സിലാക്കിയ ഈ ഓൾറെഡി നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് വളരെ ഫ്രൂട്ട്ഫുൾ ആയി നിൽക്കുമ്പോഴും ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് തന്നെ. അപ്പൊ ഒരു സമയത്ത് എനിക്ക് തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ അതെന്തോ നോർമൽ അല്ലാത്ത രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഇവരെല്ലാം ശരിക്കാണല്ലോ ധരിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ചു പേരെ ഞാൻ കണ്ടുള്ളൂ. അപ്പൊ ഇതിലെന്തോ ഇവർക്ക് എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോ. അപ്പൊ നമുക്കിപ്പോ ആ ഒരു സാധനം എൻജോയ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് ആയി എനിക്ക്. കാരണം വെച്ചാൽ ഇവരെ ഓരോരുത്തരും ജഡ്ജ് ചെയ്ത് അവരുടെ ഇഷ്ടത്തിന് ജഡ്ജ് ചെയ്തിട്ടാണ് എന്റെ അടുത്ത് വരുന്നത്. എനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായില്ല എന്റെ നാക്കുകൊണ്ട് തന്നെ. അപ്പൊ ഇവരൊക്കെ ചുമ്മാ എന്നെ കുറിച്ചുള്ള ഒപ്പീനിയൻ അവരുണ്ടാക്കിയ കഥകളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നേരെ അത് തിരിച്ചു വരുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് ചിരി വന്നു. ചിലതൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് കാണാണ്. നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാർ നമ്മളെ കുറിച്ച് പറഞ്ഞത് വേറെ ഒരു രീതിക്കൊക്കെ സംസാരിക്കുന്നതും അവര് നമ്മുടെ അടുത്ത് വന്ന രീതികളൊക്കെ റോങ് ആയിരുന്നു എന്നൊക്കെ പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാകുന്ന സമയത്ത് ഇവരോടൊക്കെ നമുക്ക് തോന്നുന്ന വികാരം എന്ന് പറഞ്ഞത്, ഇവരെയാണോ നമ്മൾ ഫ്രണ്ടായിട്ട് കരുതിയിരുന്നത്, ഇവരെയാണോ നമ്മൾ പേഴ്സണൽ സ്പേസിൽ നമ്മൾ എടുത്തിരുന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇത് എനിക്ക് മാത്രമല്ല ഒരുപാട് സ്ത്രീകൾക്ക് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ എനിക്ക് മനസ്സിലാവുന്ന അത്ര ഫേക്ക് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ കാണേണ്ട വളരെ സിമ്പിൾ ആയിട്ടാണ്. കാരണം എന്നെ കുറിച്ച് വളരെ റിയൽ ആയിട്ട് നല്ലത് പറയുന്ന ആൾക്കാരെ എനിക്ക് മനസ്സിലാവും, അല്ലാത്ത ആൾക്കാരെ എനിക്ക് മനസ്സിലാവും. കാരണം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുള്ളൂ എന്നെ കുറിച്ച് ഒരുപാട്. കാരണം ഞാൻ ഈ നിലപാട് എടുത്തിട്ടുള്ളതുകൊണ്ടും ആക്ടിവിസ്റ്റിക് മൈൻഡിൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ടും എന്നെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു നടന്ന ഒരുപാട് പേരുണ്ട്, ശത്രുതാ മനോഭാവത്തോടു കൂടി തന്നെ. അപ്പൊ അത് നമ്മൾ എന്താ പറയാ, അതിനെ ഇവരോടൊക്കെ നമ്മൾ പ്രതികാരം ചെയ്യാൻ നമുക്ക് അതിനെ സമയം കാണുള്ളൂ. അപ്പൊ ഞാൻ ഇത്രേ പറയുള്ളൂ, നിങ്ങൾ എന്റെ നേരെ വാ, നിങ്ങൾ എന്നെ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തുക. അപ്പൊ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും എന്റെ നേരെ വന്ന് എന്റെ അടുത്തെത്തുമ്പോ അവർ ചിന്തിച്ചിരുന്നല്ല റോങ് ആണെന്ന് അവർക്ക് മനസ്സിലാവാറുണ്ട്. പ്രിജുഡിസ്റ്റിക് മൈൻഡോട് കൂടി വരുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. SK ഹോട്ട്സ്പോട്ട് ആണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ബിഗ് ബോസ് ഫെയിം മലയാളം ഫിലിം ആക്ട്രസ് ഹിമ ശങ്കരി. ഓക്കെ, അപ്പൊ ചേച്ചി ഇപ്പം ഇപ്പൊ ചേച്ചി പറഞ്ഞു ഒരുപാട് പേര് ഇങ്ങനെ നമ്മളെ മനസ്സിലാക്കാണ്ട് ഇങ്ങനെ കുറെ പറയുന്നുണ്ട്, അങ്ങനെ വിവാദ നായിക അങ്ങനെയൊക്കെ പല ടേംസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ചേച്ചിയെ കേട്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോഴും ഓക്കെ അവരെന്നെ അങ്ങനെ മനസ്സിലാക്കിയല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചേച്ചി ആണെങ്കിലും പറഞ്ഞോളൂ, ഞാൻ ഭയങ്കര ഒരു ചൈൽഡിഷ് മൈൻഡുള്ള ആളാണ്, ഞാൻ ഭയങ്കര കൂളാണ്, എന്നെ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചേച്ചിയെ മനസ്സിലാക്കിയ പോലെ ഇപ്പം കുറച്ച് ഫ്രണ്ട്സ് ആയിക്കോട്ടെ അങ്ങനെ ഓക്കെ ഇവളിത്ര അല്ലെങ്കിൽ ഇവളിങ്ങനെ ഭയങ്കര കൂളാട്ടോ അങ്ങനെ പറഞ്ഞതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ടേംസ് ഏതൊക്കെയാണ്? ചൈൽഡിഷ് ആണ്, സ്വീറ്റ് ആണ്, അങ്ങനെ ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ട? അങ്ങനെയല്ല, ഇപ്പൊ എന്റെ അടുത്ത് പരിചയപ്പെടുന്ന പല ആൾക്കാരും എന്റെ അടുത്ത് ഇപ്പൊ നീലരാത്രിയിൽ എന്റെ കൂടെ അഭിനയിച്ച വൈഗ എന്നോട് ഒരു ഇന്റർവ്യൂല് വെച്ച് പറഞ്ഞിട്ടുണ്ട് എന്നെ കുറിച്ച്, ഹിമ ഈസ് വെരി ചൈൽഡിഷ്. അതായത് ചൈൽഡിഷ് എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടികളോട്, പട്ടികളോട്, മൃഗങ്ങളോടൊക്കെ ഭയങ്കര അടുക്കുന്ന ഒരാളാണ്. അങ്ങനെ അവർക്ക് കള്ളമില്ലല്ലോ ഉള്ളില്. അപ്പൊ അങ്ങനെ എനിക്ക് അങ്ങനെ ഇപ്പൊ എത്ര വലിയ മണ്ടൻ കടിയൻ പട്ടിയാണെങ്കിലും ചിലപ്പോൾ ഞാൻ കൂട്ടാക്കും. അപ്പൊ അങ്ങനെ അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ അതും പറയും. അതിന്റെ ഒപ്പം തന്നെ ഇപ്പുറത്ത് നമ്മൾ സംസാരിക്കുന്ന ചിലപ്പോ ഒരു ഇപ്പൊ ലാസ്റ്റ് ഇയർ നമ്മുടെ ഭരണഘടനയെ കുറിച്ച് ഒരു സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചത് തന്നെയാണ്. അപ്പൊ ഞാൻ അവിടെ സംസാരിച്ചായിട്ട് ഒരുപാട് പേര് അത് അപ്രീഷിയേറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പൊ അതും നമുക്ക് പറ്റും. അപ്പൊ അതായത് ഈ രണ്ട് എക്സ്ട്രീമും നമ്മുടെ ഉള്ളിലുണ്ട്. അതായത് ഏറ്റവും ചൈൽഡിഷ് ആയ ഒരു കുട്ടിയും അപ്പൊ ഈ എക്സ്ട്രീമിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത ഒരാൾക്ക്, അതായത് ഇപ്പൊ ഏറ്റവും നല്ല രീതിക്ക് എന്നോട് നല്ലതാണെങ്കിൽ ഞാൻ നല്ലതാണ്, അല്ലെങ്കിൽ എന്നെ കുറിച്ച് ഞാൻ ഇപ്പം എന്നെ കുറിച്ച് മോശം പറയുന്നവരോട് നിങ്ങൾ പറഞ്ഞോ, നിങ്ങൾക്ക് അതേ പറ്റൂ, നിങ്ങൾ പറഞ്ഞോ. പക്ഷെ എന്റെ മുന്നിൽ വന്ന് എന്നെ മോശം പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഞാൻ പ്രതികരിക്കാൻ പറയാൻ പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറയാനുള്ളൂ. അപ്പൊ അതായത് അല്ലാതെ ഒരുപാട് പേര് നല്ല ടേംസ്, ഒരുപാട് പേർക്ക് എന്നോട് ട്രസ്റ്റ് വർത്തിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം ഞാൻ ചെയ്യാൻ തീരുമാനിച്ചാൽ ചെയ്തിരിക്കും, അതിലൊരു ഇതില്ല. അപ്പൊ എന്നെ അടുത്തറിയുന്ന ആൾക്കാർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അടുത്തറിയാത്ത ആൾക്കാരാണ് എന്നെ ജഡ്ജ് ചെയ്ത് അവർക്ക് നമ്മുടെ അടുത്തേക്ക് വന്ന കാര്യം നടന്നില്ലെങ്കിൽ അപ്പുറത്ത് പോയിട്ട് വളരെ മോശം പറയുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നോർമൽ ആയിട്ട് എടുക്കാം. പിന്നെ എനിക്ക് അറിയാം എന്റെ ഓറയിലേക്ക് വരുമ്പോൾ, ഞാനെന്ന് പറഞ്ഞ വ്യക്തിയുടെ അടുത്തേക്ക് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന വൈബ് എന്ന് പറയുന്നത് ഒരിക്കലും റോങ് ആവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ബുദ്ധിയുള്ള ഒരാൾ
പ്രിജുഡീസ് മൈൻഡ് വെച്ച് വരുന്ന ഒരാളെ സംബന്ധിച്ച് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഹിമ ശങ്കരി ആരാണെന്ന് തിരിച്ച് കുറച്ചും കൂടെ മനസ്സിലാക്കിയാൽ മാത്രമേ അറിയുള്ളൂ അല്ലെ? പലതും പല കേട്ടിട്ട് സമയം കൂടി വേണം അതിന്. കാരണം ഞാനിപ്പോ ഒരു വർക്ക് വന്നിട്ട് നമ്മളെ കൃത്യമായിട്ട് നമ്മളെ അടയാളപ്പെടുത്തുന്ന വർക്കുകൾ വന്നാൽ അത് ഉറപ്പായിട്ടും അങ്ങനെ സംഭവിച്ചിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും കുറെ തെറ്റിദ്ധാരണകളൊക്കെ മാറി വരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം അല്ലെ? അപ്പൊ എന്തായാലും അങ്ങനെ മാറട്ടെ. അപ്പൊ നല്ല നല്ല കരിയർ, ഇതൊക്കെ കരിയറിനെ അഫക്ട് ചെയ്യുമോ എന്ന് പേടിച്ചിട്ടുണ്ടോ ചേച്ചി? ഇല്ല, പേടിയില്ല. കാരണം ഓൾറെഡി അഫക്ട് ചെയ്യുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ എടുത്ത് ചാടിയ കാര്യങ്ങളൊക്കെയാണ്, പോലീസിനെതിരെ സംസാരിച്ചതൊക്കെ. അപ്പൊ അത് ഓൾറെഡി, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ പോലെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ വന്നാൽ വേറൊരു സാധാരണ വ്യക്തിക്ക് എങ്ങനെയായിരിക്കും സംഭവിക്കുക. അപ്പൊ നമ്മൾ അത്രയും മാത്രമായിട്ടൊരു മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്തത്. അതെന്നെ എഫക്ട് ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിൽ എടുത്തു ചാടിയത്. കാരണം അതെനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാക്കും, പോലീസുകാരടക്കമുള്ള ശത്രുക്കൾ ഉണ്ടാക്കുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എടുത്തു ചാടിയത്. അത് സിനിമ ഇൻഡസ്ട്രിയിൽ എനിക്ക് ഒരുപാട് ശത്രുക്കൾ എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളിലൊരു ട്രൂത്ത് ഉണ്ടല്ലോ, നമ്മളത് എന്തുകൊണ്ട് ഇടപെട്ടു എന്ന് പറയുന്നതിന് നമ്മുടെ ഒരു ഐഡന്റിറ്റി സ്വത്തം. നമ്മളുടെ ഉള്ളിൽ നമ്മളോട് പറയുമല്ലോ ഇത് ശരിയാണ് നീ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കാര്യത്തിന്റെ പുറത്ത് ഇറങ്ങി പുറപ്പെട്ടാണ്. അപ്പൊ അതില് ഇപ്പൊ ഞാൻ പറയട്ടെ, ഓരോരുത്തരുടെ ലൈഫ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഒരു പരിധി വരെ നിങ്ങൾക്ക് സൂര്യന്റെ വെളിച്ചം കെടുത്താൻ പറ്റുള്ളൂ. ഇനി മേഘങ്ങൾക്ക് മാറിപ്പോവുക തന്നെ വേണം. ഓക്കെ, ഒരു വലിയൊരു കോട്ടോട് കൂടെ തന്നെ ചേച്ചി എന്താണ് ആ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഫുൾ അല്ല, ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇപ്പൊ നമ്മുടെ മുന്നോട്ട് വെച്ചത്. അപ്പൊ എന്തായാലും കുറേയേറെ അനുഭവങ്ങളിലൂടെ കുറെ കാര്യങ്ങൾ പഠിച്ചു വന്ന ഒരു വ്യക്തി തന്നെയാണ് എന്ന് നമുക്കൊരു വ്യക്തിത്വത്തിന്റെ ഉടമ തന്നെയാണ് ഹിമ ശങ്കരി. സോ ഹിമ ശങ്കരിയെ കുറിച്ച് കൂടുതൽ അറിയാം SK ഹോട്ട്സ്പോട്ടിലൂടെ. കൂടെയുള്ളത് ജോ ആണ് ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട് ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ഹിമ ശങ്കരി, മലയാളം ഫിലിം ആക്ട്രസ്, അതുപോലെ തന്നെ ബിഗ് ബോസ് ഫെയിം. ചേച്ചി, ഇപ്പോഴത്തെ ബിഗ് ബോസ് കറന്റ് ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ടൈമാണ്. സോ ആഫ്റ്റർ ബിഗ് ബോസ് ആൻഡ് ബിഫോർ ബിഗ് ബോസ് എന്താണ് ആ ഒരു എക്സ്പീരിയൻസ്, എങ്ങനെ ഉണ്ടായിരുന്നു? ലൈക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഒരു ട്രോമയിലേക്കൊക്കെ പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു. സോ ട്രോമ അത് ആ 100 ദിവസം ഉള്ളിൽ കയറുന്ന ഏതൊരാൾക്കും ഉണ്ടാവും. ഇനി വിന്നറായ ഒരാൾക്ക് ആ ട്രോമ ഉണ്ടാവും. അത് ഇറ്റ്സ് വെരി നാച്ചുറൽ ഫോർ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ്. ആൻഡ് ബിഗ് ബോസിന് മുൻപുള്ള ലൈഫ് എന്ന് പറയുന്നത്, ബിഗ് ബോസിനും എന്താണെന്ന് വെച്ചാൽ എന്നെ വേറൊരു തരം, അതായത് ഒരു ആക്ടിവിസ്റ്റിക്, ഒരു കുറച്ച് സംസാരിക്കുന്ന ഒരാളായിട്ടാണ് എന്നെ കാണുന്നത്. ആഫ്റ്റർ ബിഗ് ബോസ് സോഷ്യൽ ആക്ടിവിസ്റ്റ്, ആഫ്റ്റർ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇന്ന് ആളുകൾ വോട്ട് ചെയ്യുകയും ആളുകൾ നമ്മളെ കുറിച്ച് ഞാൻ അവരുടെ പ്രോപ്പർട്ടിയും കൂടിയായി. പക്ഷെ അതിൽ ഏറ്റവും നല്ല കാര്യം ഉണ്ടായത്, മോശവും നല്ലതും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ ബിഗ് ബോസിൽ പോകുന്ന ആർക്കും നല്ലതും മോശവും ഉണ്ടാവും. അപ്പൊ അതിൽ ഏറ്റവും നല്ല കാര്യം ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ എന്റെ ക്യാരക്ടർ റിയലി മനസ്സിലായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പിന്നെ എന്നെ തെറ്റിദ്ധരിച്ച ആൾക്കാരും ഉണ്ട്. അപ്പൊ റിയലി മനസ്സിലാക്കിയ ആൾക്കാരോട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ സംസാരിക്കേണ്ടി വരേണ്ട ആവശ്യമില്ല എന്നെ മനസ്സിലാക്കിക്കാനായിട്ട്. കുറെ പേർക്ക് എന്നെ ക്ലിയർ ആയിട്ട് എന്റെ നിലപാടുകളും ഞാൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അല്ലാത്ത കുറച്ച് പേർക്ക് എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അവർക്ക് അവരുടെ അത് ഇറ്റ്സ് വെരി നോർമൽ. പിന്നെ ഞാൻ അതിനെ ഫേസ് ചെയ്തത്, അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിയുമ്പോൾ കൊറോണ വന്നു. ആ സമയം ഞാനത് ട്രാവലായിരുന്നു, പിന്നെ എന്റേതായ കുറെ തിരക്കുകളായിരുന്നു. പിന്നെ ആളുകൾക്ക് എന്നെ, ഞാൻ ആ സമയത്ത് ഒരു കലിപ്പുള്ള ഒരാളായിട്ട് എന്നെ കണ്ടതുകൊണ്ട് തന്നെ ആണ് ആദ്യത്തെ ബിഗ് ബോസ് ആണ്. ആരും അത്രയും കലിപ്പിലൊന്നും ആരെയും കണ്ടിട്ടില്ല. അപ്പൊ ആൾക്കാരെ ചില സമയത്തൊക്കെ പോകുന്ന സമയത്ത് ദേഷ്യപ്പെടുന്നില്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ എന്നെ ദേഷ്യപ്പെടുന്നത്? ഞാൻ നിങ്ങളെന്തെങ്കിലും തെറ്റ് ചെയ്തോ? അല്ല, ബിഗ് ബോസിൽ കണ്ട മനുഷ്യന്റെ ഓരോ, പക്ഷെ അത് ആളുകൾ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. ഇപ്പോഴൊക്കെ ഒരുപാട് ബെറ്റർ ആയി ആളുകളുടെ മൈൻഡ് സെറ്റ്. പക്ഷെ ആ സമയത്ത് എനിക്ക് ചിരി വന്നിട്ടുണ്ട്. കാരണം ഞാനൊരു വഴക്കാളിയാണെന്നുള്ള അവരങ്ങോട്ട് അംഗീകരിച്ചു. അപ്പൊ എന്റെ ഒരു വഴക്കാളി സെൽഫ്, എന്നാൽ ഞാൻ ഇപ്പുറത്തെ ഭയങ്കര കാമായിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈ സെൽഫ് അംഗീകരിച്ച സമയത്ത് അത് എനിക്കിപ്പോ ഒരു ഭയങ്കര ഫ്രീഡമാണ്. കാരണം എന്റെ അടുത്ത് മര്യാദയ്ക്ക് നിന്നാൽ മതി എന്നുള്ള സാധനം ആൾക്കാർക്കുണ്ട്. അപ്പൊ അത് എന്നെ ഭയങ്കര, എനിക്കിപ്പോ അത് ഭയങ്കര ഗുണമാണ്. കാരണം യൂസ്ഫുൾ ആയതേ ഉള്ളൂ. അത് നല്ല രസമായിട്ട് വന്നു. ആ ടൈമിൽ ഒരുപാട് പേർക്ക് നമ്മളാണ് ആദ്യത്തെ എക്സ്പീരിയൻസിൽ അവർക്ക് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. യെസ്. അപ്പം എനിക്ക് ചേച്ചിയുടെ എന്താണ് പറഞ്ഞിരുന്നതെന്നെല്ലാം മനസ്സിലായതേ. ലൈക്ക് എല്ലാത്തിനെയും ഫൈനലി ഒരു എക്സ്പീരിയൻസിൽ നിന്നെല്ലാം പഠിച്ചുകൊണ്ട് ലൈക്ക് അതിനൊരു പോസിറ്റിവിറ്റിയിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ്. കാരണം ഈവൻ ഇപ്പം ബിഗ് ബോസ് ആയിക്കോട്ടെ, അതും നല്ലതായി മാറി. ആൻഡ് അതൊരു ഗുണമായി നിൽക്കുന്നു, അല്ലെങ്കിൽ അത് എനിക്ക് യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞു. ആൻഡ് കഴിഞ്ഞ ഫസ്റ്റ് ഫേസ് ഓഫ് കരിയർ എന്നൊക്കെ പറഞ്ഞാൽ അതും നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ഒരു ഇതാണ്. അങ്ങനെ തന്നെ അത് കാരണം എന്താന്ന് വെച്ചാല്, നമ്മള് ഇപ്പൊ എന്താണെങ്കിലും ലൈഫില് നമ്മൾക്ക് എന്ത് തരാം, നമ്മൾ എന്താണ് നമുക്ക് തരുന്നതെന്ന് നമുക്കറിയില്ല.
കാരണം ഓരോരുത്തരുടെ ലൈഫ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് രീതിയിലാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, ഞാൻ സ്ട്രഗ്ലിംഗ് ആണ് ഞാൻ തെരഞ്ഞെടുത്തത്. സ്ട്രഗ്ലിംഗ് തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തെരഞ്ഞെടുത്തതല്ല, പക്ഷെ എനിക്ക് വന്നിരിക്കുന്ന എന്റെ ലൈഫ് ഡിസൈൻ. അപ്പൊ അതിൽ നമുക്ക് വേണമെങ്കിൽ ഈസി പാത്തുകൾ എന്റെ മുന്നിൽ ഒരുപാട് വന്നിട്ടുണ്ട്, മനസ്സിലായോ? പക്ഷെ ഈസി പാത്ത് എടുക്കാതെ വളരെ കൃത്യമായിട്ട് അങ്ങനത്തെ ഒരു രീതിക്ക് അല്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു മൈൻഡ് സെറ്റ്. അതായത് എന്താണ് ഇവിടെ റിയൽ, ഒരു ലൈഫല്ലേ ഉള്ളൂ, ആ ലൈഫിൽ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണല്ലോ നമ്മൾ വന്നത്. അല്ലാതെ ഈ ഒഴുക്കിനകത്ത് നീന്താന്നുള്ളതിനപ്പുറം നമ്മൾ എങ്ങനെയാണ് ഈ ലൈഫിൽ ഒഴുക്കിനപ്പുറത്ത് എന്താണുള്ളതെന്ന് അറിയാനുള്ളൊരു ത്വര എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ആഗ്രഹമുള്ള ഒരാളെ സംബന്ധിച്ചോളം ലൈഫ് നല്ല പണി തരും. നിനക്കിത് കഴിയുമോ, നിനക്ക് നീ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് എത്താൻ നിനക്ക് കപ്പാസിറ്റി ഉണ്ടോ, നീ ഇതിൽ നിന്ന് മാറിപ്പോ, ദൂരെ പോ, എന്താണ് പറയാ, നീ എളുപ്പ വഴി കൂടെ പോവാന്നൊക്കെ നമ്മളെ പരീക്ഷിക്കും. ഈ പരീക്ഷണങ്ങൾ അതിജീവിച്ചാലാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്ന കരയിലേക്ക് നമ്മൾ എത്താൻ പറ്റുള്ളൂ. നമ്മളെ ആരാന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കുന്നതും ഇത്തരം. അതെ അതെ. അപ്പൊ അതുകൊണ്ട് ഞാൻ വാല്യൂ ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു, കാരണം നമ്മൾക്ക് എല്ലാം നേടിയിട്ട് നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതെ. അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടുന്ന കല്ലും മുള്ളും സഹിച്ചു തന്നെ ഇതിലേക്ക് പോകാൻ പറ്റുള്ളൂ. കല്ലും മുള്ളും അപ്പൊ അത് ഇച്ചിരി ലേറ്റ് ആവും, പക്ഷെ ഐ തിങ്ക് അത് വർത്ത് ആണ്. ലൈഫ് ഒറ്റ ലൈഫേ ഉള്ളൂ, കാരണം ഇത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാ പോകുന്ന നമുക്കറിയില്ല. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂസ് ചെയ്യാന്നുള്ളതാണ്. എളുപ്പവഴികൾ ഈസിയാണ്, നിങ്ങൾക്ക് മറ്റുള്ള, പക്ഷെ ഇതെല്ലാം കിട്ടും ഒരു കോൺഫിഡൻസ് ഉണ്ട്. കല്ലും മുള്ളും താണ്ടി വന്നവളാണ് എന്നുള്ളൊരു ധൈര്യം, കോൺഫിഡൻസ് നമുക്കുണ്ടല്ലോ. സോ ഇതിനും നമുക്ക് ഇനി നേരിടാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഇനിയും ഉണ്ടാവട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് ഹിമ ശങ്കരിയെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് SK ഹോട്ട്സ്പോട്ടിൽ. അപ്പം ഓരോന്നോരോന്നായിട്ടല്ലേ നമ്മളിങ്ങനെ സവാളയൊക്കെ പോലെ സവാള നമ്മളിങ്ങനെ പൊളിക്കുമ്പോൾ ഓരോ ഇതിലും കഴിഞ്ഞ് ചെല്ലുമ്പോൾ ആളൊരു ഭയങ്കര ഒന്നും ഉണ്ടായിരിക്കത്തില്ല, ഭയങ്കര അങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും. സോ എന്താണ് ഹിമാശങ്കരി എന്നുള്ളത് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് SK ഹോട്ട്സ്പോട്ടിലൂടെ. ഒരാളുടെ നിഷ്കളങ്കത എന്ന് പറയുന്നത്, ഇപ്പൊ എനിക്ക് നിഷ്കളങ്കമായിട്ടിരിക്കാൻ ഈ ഒരു സൊസൈറ്റിയിൽ, ഈ ഒരു ജീവിതത്തിൽ നിഷ്കളങ്കമായിട്ടിരിക്കാൻ, അത് ട്രൂത്ത്ഫുൾ ആയിട്ട് ഇരിക്കണമെങ്കിൽ ഞാൻ ആ സ്പേസ് ഉണ്ടാക്കണം. എനിക്ക് എപ്പോഴും നിഷ്കളങ്കമായിട്ടിരുന്ന എന്റെ ലൈഫ് മൊത്തം പോവും. അപ്പൊ നമ്മൾ നിഷ്കളങ്കമായിരിക്കാനുള്ള സ്പേസ് നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. അല്ലാതെ നമ്മൾ നിഷ്കളങ്കമായിട്ട് എല്ലായിടത്തും നിഷ്കളങ്കമായിട്ടിരുന്ന ആൾക്കാർ പറ്റിച്ചിട്ട് പോകും, മനസ്സിലായോ? അപ്പൊ നമ്മള് നിഷ്കളങ്കത എന്ന് പറയുന്നത് നമ്മുടെ കൈമുതൽ ആയിട്ടുള്ള ഒരു കാര്യം നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒപ്പം നമ്മള് നിഷ്കളങ്കമായിട്ടുള്ളത് അല്ലാതെ ഒരു സ്ക്രീൻ വെച്ച് വേണം ആളുകളെ കാണാനായിട്ട്. കാരണം എനിക്ക് അനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ് എല്ലാവരും അത് പഠിക്കുക. അപ്പൊ അത് അങ്ങനെ അല്ലാതെ പഠിച്ചിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് അവർക്ക് എവിടെയെങ്കിലും അവരുടെ എക്സ്പീരിയൻസുകൾ പിന്നെ എപ്പോഴെങ്കിലും അത് പ്രശ്നമാവും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന നിഷ്കളങ്കമായി തന്നെ ലൈഫിനെ കാണാൻ, നിഷ്കളങ്കത കീപ്പ് ചെയ്യണം. 90 വയസ്സായാലും കുട്ടിയായിരിക്കാനാണ് എനിക്ക് ഇഷ്ടം. ആ ഒരു കുട്ടിത്വം എന്നും കീപ്പ് ചെയ്യട്ടെ. അതെ, കാരണം ചെറിയ മൊമെന്റ്സും ചെറിയ കുട്ടിയുടെ സ്വഭാവവും തന്നെയാണ് നമ്മളെ ലൈഫിനെ ക്യൂരിയസ് ആക്കുന്നത്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞ പിന്നെ ഒന്നുമില്ല, ഡള്ളാണ്, ഡ്രൈ ആയിരിക്കും പിന്നെ ലൈഫ് ഫുള്ള്. യെസ്. ഓക്കെ, അപ്പൊ എന്തായാലും ലൈഫ് ഫുള്ള് കളറാവട്ടെ, അങ്ങനത്തെ കുറെ മൊമെന്റ്സ് ഉണ്ടാവട്ടെ. അപ്പൊ എന്തായാലും ഹിമ ശങ്കരിയാണ് ഇന്ന് SK ഹോട്ട്സ്പോട്ടിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇനി എന്തായാലും കുറച്ച് പാട്ടുകൾക്ക് ശേഷം കേൾക്കാം SK ഹോട്ട്സ്പോട്ട് ഓൺ ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK ഹോട്ട്സ്പോട്ട്. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. എന്റെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് ഞാൻ ഹിമ ശങ്കരി. യെസ്. അപ്പൊ എന്തായാലും നമ്മളിത് ഹിമ ശങ്കരി എന്ന മലയാളം ആക്ട്രസിനെ കുറിച്ച് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ചേച്ചിയുടെ വാക്കുകളിലൂടെ തന്നെ. അപ്പൊ എന്തായാലും ചേച്ചി കുറേ കാര്യങ്ങൾ കേട്ടു, ആ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഹിമാശങ്കരി എന്ന വ്യക്തി ആരാണ് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടു. ആ ഒരു വ്യക്തി ഇത്രയും ഫോമായി വരണമെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സ്ട്രോങ് പില്ലറായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉള്ള ഒരു ഫാക്ടറാണ് ഫാമിലി എന്ന് പറഞ്ഞത്. സോ ഫാമിലിയിലേക്ക് പോവാണെങ്കിൽ ആരൊക്കെ ഉണ്ട് വീട്ടില്, എവിടെയാണ്, എന്തുണ്ട് വിശേഷം? അനിയനും അമ്മയാണ് ഉള്ളത്. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ഇപ്പൊ ഒരു സാധാരണ വീട്ടമ്മയാണ്, പക്ഷെ കൃഷിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്ന നാട്ടിൻപുറത്തെ ഒരു ഫാമിലിയാണ് നമ്മള്. അനിയനും ബിസിനസ് തന്നെയാണ്. അപ്പൊ അവന് വണ്ടി ഫീൽഡാണ്. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ 2018 ഡിസംബറിൽ മരിച്ചു. ആഫ്റ്റർ ബിഗ് ബോസ് ഒരു വീണിട്ട് കുറച്ച് പ്രശ്നത്തിലായി മരിച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഫാമിലി ഇപ്പൊ സ്ട്രോങ് ആയി വരുന്നതിന് ഒരു സമയം വരെ എനിക്ക് ഫാമിലി അങ്ങനെ സ്ട്രോങ് ആയിട്ട് എന്നെ കൂടി ഇല്ലായിരുന്നു. കാരണം അവർക്ക് അറിയില്ലായിരുന്നു ഞാൻ ചെന്നപ്പെടുന്ന പ്രൊഫഷണൽ ഞാൻ എങ്ങനെ നിൽക്കും, എനിക്ക് വലുതെറ്റി പോവോ അങ്ങനെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഒരുപാട് എതിർപ്പുകൾ എനിക്ക് നേരിടുന്നു. പക്ഷെ അത് നമ്മളെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കുകയാണ് ചെയ്തത്. ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാവുന്ന രീതിയിൽ ഒന്നുമില്ലായ്മയിലും നമുക്ക് ജീവിക്കാൻ കഴിയുന്നുള്ള ഒരു സ്ട്രെങ്ത് നമുക്ക് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് ഐ ചെറിഷ് ദാറ്റ് മൊമെന്റ്. ഇപ്പൊ അവർ എന്റെ കൂടെ ഉണ്ട്, ദേ ആർ ഫൈൻ, അവർക്ക് മനസ്സിലായി. അപ്പൊ എന്റെ അനിയനും ഇപ്പൊ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇറ്റ്സ് ടൈം ടു ചേഞ്ച്. അപ്പൊ എല്ലാവരുടെ ലൈഫിലും അതിനൊക്കെ ഫേസ് ചെയ്യാന്നുള്ള മാത്രം. ഇപ്പൊ എനിക്ക് മാത്രമല്ല, എനിക്കറിയാവുന്ന മോസ്റ്റ് ഓഫ് ദ ആൾക്കാരുടെ ഫാമിലിയിൽ ഇതൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്.
ഓക്കെ, ഇനിയിപ്പം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുവാണെങ്കിൽ എന്തായിട്ടായിരിക്കും ഡയറക്ടർ, ആക്ടർ, ഏത് മേഖലയിലേക്കായിരിക്കും താല്പര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചി അപ്പൊ കൂടെ നിൽക്കുന്നുണ്ട്. അവൻ വരട്ടെ, അവൻ എന്നോട് ആവശ്യപ്പെടട്ടെ, അപ്പൊ നോക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു കരിയറിലെ ഫാമിലി കൂടെ ഉണ്ടായിരുന്നില്ല ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരെല്ലാം കൂടെ ഉണ്ട്, കട്ട സപ്പോർട്ടായിട്ടുണ്ട്. ആൻഡ് ഏതൊരു നിമിഷത്തിലും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടെ നിന്ന കുറച്ച് വ്യക്തികളുണ്ടല്ലോ. സോ മോസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് പീപ്പിൾ എന്ന് പറയുവാണെങ്കിൽ ആരൊക്കെയായിരിക്കും അങ്ങനെ പറയുന്നത്? അങ്ങനെ കുറച്ച് അധികം പേരുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ പേരെടുത്ത് പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. കാരണം വെച്ചാൽ ഒരുപാട് പേര്, കാരണം ഈ ഒറ്റയ്ക്കുള്ള ജേണിയിൽ നമ്മൾ അതുപോലെ ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സർവൈവ്. കൂടെ ഉണ്ടെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ വാക്കല്ല. കൂടെ നമുക്ക് എല്ലായ്പ്പോഴും ഈ ഫിനാൻഷ്യൽ സപ്പോർട്ട് അങ്ങനെ ഒന്നല്ല, അതിനപ്പുറം നമ്മളിപ്പോ ഒരു റോങ് ഒരു മെന്റൽ സപ്പോർട്ട് ആണ്. അതായത് ഇപ്പൊ ഞാനൊരു ഉദാഹരണം, എനിക്ക് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച സമയത്ത് ആ സ്പേസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടുത്തെ ആറ്റിറ്റ്യൂഡ്, കാരണം 2 പെൺപിള്ളേരും ഒരു 45 ആൺപിള്ളേരുമാണ്. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ അവിടെ എനിക്ക് പുതിയൊരു സ്പേസ് ആണ്, അവിടെ ആൾക്കാരുമായിട്ട് എനിക്ക് മെർജ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത ഒരു സ്പേസ് ആണത്. ആ സമയത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോവാണ്, എനിക്ക് വേറെ എവിടെയെങ്കിലും കോഴ്സ് ചെയ്യണം, എനിക്ക് ഇവിടെ പറ്റത്തില്ല, ഞാൻ ഇവിടെ അല്ല, ഞാൻ ഔട്ട് ഓഫ് കേരള പോകണം. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, ഒറ്റ വാചകമേ ഉള്ളൂ, ഹിമ, നീ ഇപ്പൊ ഇവിടുന്ന് ഓടുവാണെങ്കിൽ നീ ഇനി ചെല്ലുന്ന സ്ഥലത്തുനിന്ന് ഓടും, അവിടെ ഫേസ് ചെയ്, അവിടെ നിക്ക്, അവിടെ ഫേസ് നീ എങ്ങനെയോ ആയിക്കോട്ടെ, ഔട്ട്കം എന്തോ നീ നിന്റേതായ രീതിയിൽ അവിടെ ഫേസ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞ ഒറ്റ വാചകത്തിന്റെ പുറത്താണ് സ്കൂൾ ഓഫ് ഡ്രാമ ഞാൻ ഉപേക്ഷിക്കാത്ത അവിടെ തന്നെ നിന്നത്. അപ്പൊ ആ മൊമെന്റിൽ അത് പറയാനായിട്ട് എന്റെ ഭയങ്കര ബ്രദറിനെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണ് ആൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഓരോരുത്തരും ഓരോ മൊമെന്റിൽ വന്ന് നമ്മൾ സംസാരിച്ച ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് വേണ്ട, നമുക്ക് ഒരാളെ മാത്രമായിട്ട് അങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒരുപാട് നമ്മൾ, കാരണം എന്റെ ഫാമിലി ഇല്ലാതിരുന്ന സമയത്ത് എന്റെ ഫാമിലി ആയത് പലരും ആണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ സമയങ്ങളുണ്ട്. ഞാൻ അത്രയും പ്രശ്നത്തിലായിരുന്ന സമയത്ത് എന്താണ് താഴെ പോവല്ലേ, എന്താണ് കമ്മപ്പ് ചെയ്യുന്ന പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സമയത്ത് നമ്മൾ വിചാരിക്കാത്ത ഒരാൾ അവിടെ കൊണ്ട് നിർത്തും പ്രകൃതി, മനസ്സിലായോ? നമ്മൾ ഡൗൺ ആയി പോകുന്ന സമയത്ത് ചിലപ്പോ ചായ കുടിക്കാൻ വരുമെന്ന് വിളിച്ച ആൾ പോലും നമ്മളോട് ചിലപ്പോൾ നമുക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ മൊമെന്റ്സ്, ചെറിയ ചെറിയ നമ്മൾ പോകുന്ന റൂട്ട് ശരിയാണ്, നമ്മളെ പ്രകൃതി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെ നമ്മൾ അങ്ങനെ ഒരാളെ മാത്രം അങ്ങനെ പേരെടുത്ത് പറയാനില്ല. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി ഇപ്പൊ ഒരു പാട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്താൽ ഏത് പാട്ടായിരിക്കും ചേച്ചി ഇപ്പൊ പറയുക, സജസ്റ്റ് ചെയ്യുക? എനിക്ക് അങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴയെ തൂമഴയെ എന്നുള്ള പാട്ട് കിട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഹിമ ചേച്ചിയുടെ കൂടെ ചൂടത്ത് മഴയായിട്ട് വന്ന കുറെ പേരല്ലേ, മഴയുടെ അനുഭവം തന്ന കുറെ പേരുണ്ട്. അങ്ങനെ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഹിമ ചേച്ചിയുടെ സ്വന്തം ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ പാട്ട് വരുന്നുണ്ട്, മഴയെ തൂ മഴയെ എന്ന പാട്ട് ഓൺ SK ഹോട്ട്സ്പോട്ട്. കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. മഴയേ തൂമഴയേ വാനം തൂവുന്ന പൂങ്കുളിരേ, വാനം തൂവുന്ന പൂങ്കുളിരേ, കണ്ടുവോ എൻ്റെ കാതലിയെ, നിറയെ കണ്ണിറയെ പെയ്തിറങ്ങുന്നോരോർമ്മയിലെ, പെയ്തിറങ്ങുന്നോരോർമ്മയിലെ തീലി നിർത്തിയ കാതലിയെ.
വാനം തൂവുന്ന പൂങ്കുളിര്, വാനം തൂവുന്ന പൂങ്കുളിര്, കണ്ടുവോ എൻ്റെ കാതലിയെ. ഞാനോർക്കാതെന്നുള്ളിൽ നീ വിരിഞ്ഞു. മലർമാസം അറിയാതെ മലരായിരമെന്നിൽ പൂത്തിരുന്നേ, മലർത്തോറും കണിയായി ഞാൻ കണ്ടത് നിന്നെ ആയിരുന്നേ. കഥയാണോ അല്ല കനവാണോ അല്ല, ഒരു നാളും മറക്കാൻ കഴിഞ്ഞില്ല. മഴയേ തൂമഴയേ നിന്റെ മുത്തിളം തുള്ളികളിൽ കണ്ടു ഞാൻ എൻ്റെ കാതലനെ, കാത്തിരുന്നതാണിന്നുവരെ. SK Hotspot. വെൽക്കം ബാക്ക് ടു SK ഹോട്ട്സ്പോട്ട്. എന്റെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് ഞാൻ ഹിമ ശങ്കരി. യെസ്. അപ്പൊ എന്തായാലും നമ്മളിത് ഹിമ ശങ്കരി എന്ന മലയാളം ആക്ട്രസിനെ കുറിച്ച് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ചേച്ചിയുടെ വാക്കുകളിലൂടെ തന്നെ. അപ്പൊ എന്തായാലും ചേച്ചി കുറേ കാര്യങ്ങൾ കേട്ടു. ആ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഹിമ ശങ്കരി എന്ന വ്യക്തി ആരാണ് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടു. ആ ഒരു വ്യക്തി ഇത്രയും ഫോമായി വരണമെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സ്ട്രോങ് പില്ലറായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് ഉള്ള ഒരു ഫാക്ടറാണ് ഫാമിലി എന്ന് പറഞ്ഞത്. സോ ഫാമിലിയിലേക്ക് പോവാണെങ്കിൽ ആരൊക്കെ ഉണ്ട് വീട്ടില്, എവിടെയാണ്, എന്തുണ്ട് വിശേഷം? അനിയനും അമ്മയാണ് ഉള്ളത്. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ഇപ്പൊ ഒരു സാധാരണ വീട്ടമ്മയാണ്, പക്ഷെ കൃഷിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്ന നാട്ടിൻപുറത്തെ ഒരു ഫാമിലിയാണ് നമ്മള്. അനിയനും ബിസിനസ് തന്നെയാണ്. അപ്പൊ അവന് വണ്ടി ഫീൽഡാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ 2018 ഡിസംബറിൽ മരിച്ചു. ആഫ്റ്റർ ബിഗ് ബോസ് ഒരു വീണിട്ട് കുറച്ച് പ്രശ്നത്തിലായി മരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫാമിലി ഇപ്പൊ സ്ട്രോങ് ആയി വരുന്നതിന് ഒരു സമയം വരെ എനിക്ക് ഫാമിലി അങ്ങനെ സ്ട്രോങ് ആയിട്ട് എന്നെ കൂടി ഇല്ലായിരുന്നു. കാരണം അവർക്ക് അറിയില്ലായിരുന്നു ഞാൻ ചെന്നപ്പെടുന്ന പ്രൊഫഷനിൽ ഞാൻ എങ്ങനെ നിൽക്കും, എനിക്ക് വഴിതെറ്റി പോവോ അങ്ങനെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഒരുപാട് എതിർപ്പുകൾ എനിക്ക് നേരിടുന്നു. പക്ഷെ അത് നമ്മളെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കുകയാണ് ചെയ്തത്. ഏത് സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാവുന്ന രീതിയിൽ ഒന്നുമില്ലായ്മയിലും നമുക്ക് ജീവിക്കാൻ കഴിയുന്നുള്ള ഒരു സ്ട്രെങ്ത് നമുക്ക് ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പൊ അത് ഐ ചെറിഷ് ദാറ്റ് മൊമെന്റ്. ഇപ്പൊ അവർ എന്റെ കൂടെ ഉണ്ട്, അവര് ദേ ആർ ഫൈൻ, അവർക്ക് മനസ്സിലായി. അപ്പൊ എന്റെ അനിയനും ഇപ്പൊ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇറ്റ്സ് ടൈം ടു ചേഞ്ച്. അപ്പൊ എല്ലാവരുടെ ലൈഫിലും അതിനൊക്കെ ഫേസ് ചെയ്യാന്നുള്ളത് മാത്രം. ഇപ്പൊ എനിക്ക് മാത്രമല്ല, എനിക്കറിയാവുന്ന മോസ്റ്റ് ഓഫ് ദ ആൾക്കാരുടെ ഫാമിലിയിൽ ഇതൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ. അനിയനിപ്പം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുവാണെങ്കിൽ എന്തായിട്ടായിരിക്കും? ഡയറക്ടർ, ആക്ടർ, ഏത് മേഖലയിലേക്കായിരിക്കും താല്പര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും ചേച്ചി അപ്പൊ കൂടെ നിൽക്കുന്നുണ്ട്. അവൻ വരട്ടെ, അവൻ എന്നോട് ആവശ്യപ്പെടട്ടെ, അപ്പൊ നോക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു കരിയറിലെ ഫാമിലി കൂടെ ഉണ്ടായിരുന്നില്ല ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരെല്ലാം കൂടെ ഉണ്ട്, കട്ട സപ്പോർട്ടായിട്ടുണ്ട്. ആൻഡ് ഏതൊരു നിമിഷത്തിലും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടെ നിന്ന കുറച്ച് വ്യക്തികളുണ്ടല്ലോ. സോ മോസ്റ്റ് ഇൻഫ്ലുവൻസ്ഡ് പീപ്പിൾ എന്ന് പറയുവാണെങ്കിൽ ആരൊക്കെയായിരിക്കും അങ്ങനെ പറയുന്നത്? അങ്ങനെ കുറച്ച് അധികം പേരുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ പേരെടുത്ത് പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. കാരണം വെച്ചാൽ ഒരുപാട് പേര്, കാരണം ഈ ഒറ്റയ്ക്കുള്ള ജേണിയിൽ നമ്മൾ അതുപോലെ ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് സർവൈവ് എന്ന് വെച്ചാൽ കൂടെ ഉണ്ടെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ വാക്കല്ല. കൂടെ നമുക്ക് എല്ലായ്പ്പോഴും ഈ ഫിനാൻഷ്യൽ സപ്പോർട്ട് അങ്ങനെ ഒന്നല്ല, അതിനപ്പുറം നമ്മളിപ്പോ ഒരു റോങ് ഒരു മെന്റൽ സപ്പോർട്ട് ആണ്. അതായത് ഇപ്പൊ ഞാനൊരു ഉദാഹരണം, എനിക്ക് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ച സമയത്ത് ആ സ്പേസ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടുത്തെ ആറ്റിറ്റ്യൂഡ്, കാരണം 2 പെൺപിള്ളേരും ഒരു 45 ആൺപിള്ളേരുമാണ്. അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ അവിടെ എനിക്ക് പുതിയൊരു സ്പേസ് ആണ്, അവിടെ ആൾക്കാരുമായിട്ട് എനിക്ക് മെർജ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത ഒരു സ്പേസ് ആണത്.
ആ സമയത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോവാണ്, എനിക്ക് വേറെ എവിടെയെങ്കിലും കോഴ്സ് ചെയ്യണം, എനിക്ക് ഇവിടെ പറ്റത്തില്ല, ഞാൻ ഇവിടെ അല്ല, ഞാൻ ഔട്ട് ഓഫ് കേരള പോകണം. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു ഒറ്റ വാചകമേ ഉള്ളൂ, ഹിമ നീ ഇപ്പൊ ഇവിടുന്ന് ഓടുവാണെങ്കിൽ നീ ഇനി ചെല്ലുന്ന സ്ഥലത്തുനിന്ന് ഓടും, അവിടെ ഫേസ് ചെയ്, അവിടെ നിക്ക്, അവിടെ ഫേസ് ചെയ്ത് നീ എങ്ങനെയോ ആയിക്കോട്ടെ, ഔട്ട്കം എന്തോ നീ നിന്റേതായ രീതിയിൽ അവിടെ ഫേസ് ചെയ്ത് നിൽക്കുക എന്ന് പറഞ്ഞ ഒറ്റ വാചകത്തിന്റെ പുറത്താണ് സ്കൂൾ ഓഫ് ഡ്രാമ ഞാൻ ഉപേക്ഷിക്കാത്ത അവിടെ തന്നെ നിന്നത്. അപ്പൊ ആ മൊമെന്റിൽ അത് പറയാനായിട്ട് എന്റെ ഭയങ്കര ബ്രദറിനെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണ് ആൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഓരോരുത്തരും ഓരോ മൊമെന്റിൽ വന്ന് നമ്മൾ സംസാരിച്ച ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് വേണ്ട, നമുക്ക് ഒരാളെ മാത്രമായിട്ട് അങ്ങനെ ഒരാളുടെ പേരെടുത്ത് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒരുപാട് നമ്മൾ, കാരണം എന്റെ ഫാമിലി ഇല്ലാതിരുന്ന സമയത്ത് എന്റെ ഫാമിലി ആയത് പലരും ആണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ സമയങ്ങളുണ്ട്. ഞാൻ അത്രയും പ്രശ്നത്തിലായിരുന്ന സമയത്ത് എന്താണ് താഴെ പോവല്ലേ താൻ എന്താണ് കമ്മപ്പ് ചെയ്യുന്ന പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സമയത്ത് നമ്മൾ വിചാരിക്കാത്ത ഒരാൾ അവിടെ കൊണ്ട് നിർത്തും പ്രകൃതി, മനസ്സിലായോ? നമ്മൾ ഡൗൺ ആയി പോകുന്ന സമയത്ത് ചിലപ്പോ ചായ കുടിക്കാൻ വരുമെന്ന് വിളിച്ച ആൾ പോലും നമ്മളോട് ചിലപ്പോൾ നമുക്ക് നമ്മൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ മൊമെന്റ്സ്, ചെറിയ ചെറിയ നമ്മൾ പോകുന്ന റൂട്ട് ശരിയാണ്, നമ്മളെ പ്രകൃതി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരെ നമ്മൾ അങ്ങനെ ഒരാളെ മാത്രം അങ്ങനെ എടുത്ത് പറയാനില്ല. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി ഇപ്പൊ ഒരു പാട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്താൽ ഏത് പാട്ടായിരിക്കും ചേച്ചി ഇപ്പൊ പറയുക, സജസ്റ്റ് ചെയ്യുക? എനിക്ക് അങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് മഴയെ തൂമഴയെ എന്നുള്ള പാട്ട് കിട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഹിമ ചേച്ചിയുടെ കൂടെ ചൂടത്ത് മഴയായിട്ട് വന്ന കുറെ പേരല്ലേ, മഴയുടെ അനുഭവം തന്ന കുറെ പേരുണ്ട്. അങ്ങനെ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഹിമ ചേച്ചിയുടെ സ്വന്തം ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ പാട്ട് വരുന്നുണ്ട്, മഴയെ തൂ മഴയെ എന്ന പാട്ട് ഓൺ SK ഹോട്ട്സ്പോട്ട്. കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. SK Hotspot. സർഗക്ഷേത്ര 89.6 FM-ൽ SK ഹോട്ട്സ്പോട്ട് ആണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ബിഗ് ബോസ് ഫെയിം മലയാളം ഫിലിം ആക്ട്രസ് ഹിമ ശങ്കരി. അപ്പൊ ആരാണ് ഹിമ ശങ്കരി, എന്താണ്, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ തെറ്റിദ്ധാരണകളാണ് നമുക്കിപ്പോൾ മാറി കിട്ടിയത് അല്ലേ? അപ്പൊ എന്തായാലും ഒരു ചൈൽഡിഷ് സ്വഭാവമുള്ള ഭയങ്കര ചിൽ ബഡിയായിട്ട് ഒത്തിരി ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന, ഫുഡിനെ അതിലേറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അങ്ങനെയൊക്കെ കുറെ നമ്മൾ അറിയാതെ പോയ ആ ഒരു വ്യക്തിയെ നമ്മളിങ്ങനെ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു SK ഹോട്ട്സ്പോട്ടിലൂടെ. ആൻഡ് യെസ്, കരിയറിനെ കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ചേച്ചി വരുമ്പോഴേ റാം എന്ന് പറയുന്ന നമ്മുടെ ലാലേട്ടന്റെ സിനിമയിൽ ഇങ്ങനെ ഹിമ ശങ്കരി എന്ന് പറഞ്ഞ ഒരു ആക്ട്രസിന്റെ പേര് നമ്മൾ കണ്ടു. അപ്പം സിനിമ എന്തായി, എവിടം വരെയായി, എന്താണ് അതിന്റെ ഒരു അപ്ഡേറ്റ് ചോദ്യമാണ്, നമുക്ക് ഒരുമിച്ച് ചോദിക്കാം. റാം എന്തായി? നമ്മളും കാത്തിരിക്കുകയാണ്. സോ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? എനിക്കറിയില്ല. ഞാൻ ചോദിക്കുമ്പോ പലരും പലതാണ് പറയുന്നത്, അപ്പൊ എനിക്കൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് നമുക്ക് വരുമെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഒരു വീണ്ടും നമുക്ക് നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്, ചെറിയതാണെങ്കിൽ ഭയങ്കര രസമുള്ള ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ചും കൂടെ എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ, കാരണം മുമ്പേ കൂടെ പറഞ്ഞല്ലോ അത് വന്നാൽ നല്ലതാണ്. പക്ഷെ വരുമോന്നും ഇല്ല എന്നുള്ള നമുക്ക് അവരോട് ഞാൻ ചോദിക്കുന്നത് എന്തായി. അപ്പൊ എന്തായാലും അതിന് പെട്ടെന്നൊരു ഉത്തരം കിട്ടട്ടെ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മളും കാത്തിരിക്കുന്നു. ലാലേട്ടന്റെ സിനിമ, അതുകൊണ്ട് ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സിനിമ. അപ്പൊ അതിലൊരു അടിപൊളി നെഗറ്റീവ് റോളൊക്കെ വരട്ടെ. ഓക്കെ, എന്നിട്ട് പുതിയ പ്രോജക്ട്സ് ഇനി റിലീസ്ഡ് ആയിട്ടുള്ളല്ലാണ്ട് അപ്കമിങ് മൂവീസ് ഇനി നിയമ പുഷ്പരാജിന്റെ പടമാണ്. അതിലൊരു ഏറ്റവും ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ രണ്ടാമത്തെ പടം എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയാണ്, സേവകർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അടുത്തത് ഒരു സിനിമ ഇങ്ങനെ സംസാരിച്ചു വരുന്നു, അതിന്റെ ഡീറ്റെയിൽസ് പറയാറായിട്ടില്ല. 2 സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇറ്റ്സ് കമ്മിങ്, അങ്ങനെ പറയാൻ പറ്റത്തില്ല ഇപ്പൊ. കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് അതെ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ചേച്ചി. കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ സംസാരിച്ചു. അപ്പൊ എന്തായാലും ചേച്ചിക്ക് എന്താണ് നമ്മുടെ ലിസണേഴ്സിനോട് പറയാനായിട്ടുള്ളത്? അതായത് നമ്മളെ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളൊരു വ്യക്തിയെ അറിയാൻ പഠിക്കുക. കാരണം ഇപ്പൊ യൂട്യൂബ് ചാനൽസ് ആണെങ്കിലും എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് എന്തൊക്കെ പറയാം എന്നുള്ളതിന്റെ മാക്സിമം അവിടെ തലക്കെട്ട് കണ്ടാൽ തന്നെ എനിക്ക് ദേഷ്യം വരും. അപ്പൊ നമ്മളൊരു വ്യക്തിയെ മനസ്സിലാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പുറമേയുള്ള സോപ്പ് ഓപ്പറകളെക്കാളും കൂടുതൽ അവരെ കുറച്ചും കൂടി നന്നായി മനസ്സിലാക്കാനുള്ള കഴിവ് ഓരോ മനുഷ്യനും ഡെവലപ്പ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും പുറമേ കാണുന്ന ഇതിൽ നിന്നൊക്കെ മാറി കുറച്ചും കൂടെ മനുഷ്യരെ മനസ്സിലാക്കുക. അതെ.
നമ്മുടെ ബ്രെയിൻ ഈസിയായി ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കും. അങ്ങനെ നിങ്ങൾ കണ്ടാൽ ഞെട്ടും എന്നുള്ള ടേംസിലേക്കൊക്കെ പെട്ടെന്ന് വീഴാണ്ട്. അതെ, ഓക്കെ. അങ്ങനെ കുറച്ചും കൂടെ മനുഷ്യരെ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഹിമ ശങ്കരി നമ്മുടെ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ചേച്ചി എന്താണ് ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നത് പോലെ ഒരു നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ആൻഡ് സെക്കൻഡ് ഫേസ് തകർക്കുക കേട്ടോ. ഓക്കെ, ഡൺ. ഓക്കെ, അപ്പൊ പൊളിക്കുക അങ്ങോട്ട്, പൊളിച്ചെടുക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് അസ്. വെൽക്കം, ബൈ. ഇതാ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മലയാളം ഫിലിം ആക്ട്രസ് ഹിമ ശങ്കരി ആയിരുന്നത്. ഇതുപോലെ ഒരുപാട് പേര് നമ്മുടെ കൂടെ ഇനിയും ജോയിൻ ചെയ്യുന്നു. സോ ദിസ് ഈസ് RJ Jo signing off from SK Hotspot. 89.6 FM, Sarkar